ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ എക്സാമിനേഷൻ സമയത്ത് കുട്ടികൾക്ക് മാതൃകാപരമായ ആരോഗ്യം, അല്ലെ, മാനസികാരോഗ്യമുണ്ട്, ശാരീരികാരോഗ്യവും. ഇത് തീർച്ചയായും എന്തൊക്കെയാണ് പരീക്ഷാ സമയങ്ങളിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ട് വിഷയങ്ങളിലും നമ്മളോട് സംസാരിക്കാൻ സൽസാറുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സൽസാറിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. സൽസാർ, യുവർ വെൽക്കം. താങ്ക് യു സാബു സർ. ഒന്ന് കോഹോസ്റ്റ് ചെയ്യണേ. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഇവിടെ എക്സാം എഴുതുന്ന ആരും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ജീവിതത്തിന്റെ എക്സാം അല്ലാതെ. ഏതായാലും ഇന്ന് ആ ഒരു എക്സാമിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും കുട്ടികൾക്ക് അതെ, ഇപ്പൊ സംസാരിക്കുന്ന വിഷയം പക്ഷെ അങ്ങനെയല്ല. അത് എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മാത്രം കാണപ്പെട്ടിരുന്ന, എന്നാൽ ഇപ്പോൾ റൗണ്ട് ദ ഇയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള പരീക്ഷണങ്ങളെയാണ്. നമുക്ക് ഒരുപക്ഷെ കറക്റ്റ് ആയിരിക്കാം, എക്സാം ഒക്കെ ഉണ്ടായിരുന്നത് വളരെ സ്റ്റിപ്പുലേറ്റഡ് 5 ദിവസമോ 6 ദിവസമോ കഴിഞ്ഞു കഴിഞ്ഞു, പ്രത്യേകിച്ച് SLC ഒക്കെ ആണെങ്കിൽ, അല്ലെ? പക്ഷെ ഇന്നത്തെ എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം നീണ്ടു നിൽക്കുന്നതാണ്. അതിനു മുമ്പ് മോഡൽ എക്സാം, അതിനു മുമ്പ് പലതരത്തിലുള്ള എക്സാമുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സ്മൈൽ എക്സാം, അല്ലെങ്കിൽ ട്യൂഷൻ പോകുമ്പോൾ അവിടെയുള്ള എക്സാം, പിന്നെ അത് കൂടാതെ എക്സാം വിന്നറും മറ്റു പല ചാനലുകളും നടത്തുന്ന കാര്യങ്ങൾ വേറെ. എല്ലാം കൂടി കഴിയുമ്പോഴേക്ക് കുട്ടികൾ ഒരു തരത്തിൽ പാകപ്പെട്ടു വരുമോ അല്ല പാവപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം അവർക്ക് അത് കൊടുക്കുന്ന സ്ട്രെസ് എത്രമാത്രം കൂടുതലാണ്, പാരൻസ് അതുകൊണ്ട് എത്രമാത്രം സ്ട്രെസ്ഡ് ആവുന്നു. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ആക്ച്വലി ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കുറേ വാക്കുകളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധ, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ മെമ്മറി, ഓർമ്മശക്തി നന്നായിട്ടുണ്ടാവണം, അല്ലെ? അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫീൽഡില് സന്തോഷം തോന്നണം. എക്സാം എഴുതണമെങ്കിൽ, നന്നായിട്ട് എഴുതണമെങ്കിൽ ആ ഒരു, ഇപ്പം ബയോളജി ആണെങ്കിൽ ബയോളജിയിൽ താല്പര്യം തോന്നണം. അപ്പോഴും മാത്രമാണ് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുക എന്ന് വിശ്വസിക്കുന്നത്, അല്ലെ? ഇതൊക്കെ പക്ഷെ പോസിബിൾ ആണോ? നമ്മളൊക്കെ പഠിച്ച വിഷയങ്ങളിൽ വളരെ പാഷനറ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ പഠിക്കുന്ന കാലത്ത് നമുക്കുണ്ടായിരുന്ന പാഷൻ തന്നെയാണോ ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത്? സോ ജസ്റ്റ് ഒരു റിലാക്സിങ് ടച്ചോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊക്കെ എ പ്ലസ് അല്ലല്ലോ, നമ്മുടെ സമയത്ത് 90% അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ നേടിയവരല്ല. സ്റ്റിൽ നമ്മളൊക്കെ ജീവിതത്തിൽ എത്രയോ നല്ല മെച്ചപ്പെട്ട ലെവലിൽ എത്തിയിരിക്കുന്നു. നമ്മളെക്കാൾ ഇപ്പോ IQ ടെസ്റ്റ് ഉണ്ട്, സൈക്കോളജിയിൽ IQ ടെസ്റ്റ് ഉണ്ട്. ഈ IQ ടെസ്റ്റ് നമ്മുടേതും അതുപോലെ തന്നെ ഇതിൽ പെർസെൻറ്റേജിൽ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ മാർക്ക് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഞാൻ മുമ്പ് ബോഡി ഏജ് പറയാറുണ്ട്, നമ്മുടെ ബോഡിയുടെ പ്രായം എത്രയായി, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ പ്രായം എത്രയായെന്ന് കണക്കാക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, IQ ടെസ്റ്റ്. ഈ IQ ടെസ്റ്റിൽ കണക്കാക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ ഇപ്പോഴും പ്രായം 40 ആണ്, പക്ഷെ നിങ്ങളുടെ ബുദ്ധിശക്തി എത്രയുണ്ടെന്ന് നോക്കാം. അങ്ങനെ ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ ഏത് പ്രായത്തിന്റെ ബുദ്ധിശക്തിയാണ് എന്ന് നോക്കാം. അങ്ങനെ നമ്മുടേതും നമ്മുടെ കുട്ടികളുടേതും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടേത് നമ്മളെക്കാൾ എത്രയോ മുന്നിലായിരിക്കും. ഉറപ്പല്ലേ? അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ഞാൻ പോകാം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡ്. ഓക്കെ, സോ ഇന്നത്തെ സെഷനിൽ ഞാൻ ഇങ്ങനെ ഒരു വിഷയമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യം,
നിങ്ങളുടെ പഠിത്തത്തെ, നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ അതല്ലെങ്കിൽ കൊച്ചുമക്കളുടെ പഠിത്തത്തെ എഫക്ട് ചെയ്യുന്നുണ്ടോ? അവരുടെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ? എക്സാം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് ടൈമാണ്. കുട്ടികളുടെ ഭക്ഷണവും പരീക്ഷ പേടിയും തമ്മിൽ ബന്ധമുണ്ടോ? ഇങ്ങനെയുള്ള ഒരു വിഷയം. ആ ഒരു വിഷയത്തില് കുട്ടികളെ ഒരു സഹായം ചോദിക്കുന്ന സമയത്ത് ജസ്റ്റ് അവർക്ക് പഠിത്തത്തിന്റെ കാര്യം മാത്രമല്ല നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നമുക്ക് അവരുടെ ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമാക്കാൻ പറ്റും. സോ എന്താണ് ഭക്ഷണം? ഭക്ഷണവും പരീക്ഷ പേടിയും എന്ന് പറയുമ്പോൾ എന്താണ് ഭക്ഷണം? പല ആൾക്കാരും പല രീതിയിലാണ് അതിനെ കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ കഴിക്കുന്നത് അതൊക്കെ നമ്മുടെ ഭക്ഷണം. അതിപ്പം കടലാസ് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെ ചില പശുക്കളൊക്കെ കടലാസും സിനിമാ പോസ്റ്ററുകളൊക്കെ തിന്നുന്നത് മുമ്പ് റോഡിലൊക്കെ കാണാറുണ്ട്. എന്താണോ കഴിക്കുന്നത് അത് ഭക്ഷണം. അതുപോലെ തന്നെ എന്താണോ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് അത് ന്യൂട്രീഷൻ. അഥവാ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രീഷ്യസ് ആയിരിക്കണം, പോഷകങ്ങൾ അടങ്ങിയതായിരിക്കണം. അതുപോലെ തന്നെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് സെർവ് ചെയ്യുന്നത് അതാണ് ശരിയായ ഭക്ഷണം. കുക്കിംഗ് എന്ന് പറയുന്നത്, പാചകം ഒരു കലയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മുടെ പാഷൻ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ? ഒത്തിരി പേര് പാചകമായിട്ട് ബന്ധപ്പെട്ട ജോലികളിൽ വർക്ക് ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെ ആ പാചകം ചെയ്യുന്നതിൽ ഒരു ചെറിയ പിഞ്ച് ഓഫ് സാൾട്ട് എന്നൊക്കെ പറയുന്ന പോലെ, ഒരു നുള്ളു ഉപ്പ് എന്ന് പറയുന്നത് പോലെ ഒരല്പം സ്നേഹം കൂടി ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ അത് നല്ല ഭക്ഷണമാവുള്ളൂ. ശരിക്കും ഈ ഒരു സ്നേഹം നമ്മുടെ പ്ലേറ്റിൽ നമ്മുടെ കുട്ടികൾക്ക് സെർവ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റാറുണ്ടെങ്കിൽ അവിടെ തന്നെ കുട്ടികളുടെ ആരോഗ്യം വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുന്നതാണ്. അതിപ്പോ നമ്മുടെ തീന്മേശയിൽ ഭക്ഷണം വരുന്ന സമയത്ത് നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാത്തിലും. ശരിക്കും സാധാരണഗതിയിൽ ഒരു എക്സാം ഡേ മാത്രം നോക്കിക്കഴിഞ്ഞാൽ സാധാരണ എന്താ സംഭവിക്കുന്നത്? പാരന്റ്സ് ഒരു പക്ഷേ കുട്ടികൾ എഴുതി വന്നതിനെ പിന്നെയും ഒന്നുകൂടി നോക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ എഴുതാൻ പറ്റിയില്ല എന്നും അതുപോലെ മറ്റ് തൊട്ടടുത്ത വീട്ടിലെ കുട്ടിക്ക് എന്തൊക്കെ എഴുതാൻ പറ്റിയെന്നും ഇത് രണ്ടും തമ്മിൽ ഒരുപക്ഷെ കമ്പയർ ചെയ്യുന്നുണ്ടാവും. കുട്ടികളുടെ കാര്യത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കമ്പാരിസൺ. ആക്ച്വൽ കുട്ടികൾ മാത്രമല്ല, വലിയ ആൾക്കാരിലും കമ്പാരിസൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി കുറക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് തുടരെ ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും. ഓക്കെ, സോ പാരന്റ്സ് കുട്ടികളോട് തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അന്ന് എഴുതിയ എക്സാമിനെ പറ്റിയിട്ടോ വളരെ കൂടുതലായിട്ട് ചെകഞ്ഞു ചോദിക്കുമ്പോൾ അതൊരു പക്ഷെ വിശന്ന് വരുന്ന, സ്കൂളിലെ എക്സാം ഒക്കെ കഴിഞ്ഞ് വിശന്ന് വരുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ഭക്ഷണം ആദ്യം കൊടുക്കാതെ ഇത് കഴിഞ്ഞിട്ട് മതി ഇനി അടുത്തത്, ഒരു പക്ഷെ മെന്റൽ ഫുഡ് ആദ്യം കൊടുക്കാന്ന് വിചാരിച്ചിട്ടാവും, അത് കഴിഞ്ഞിട്ട് മതി അടുത്തത് എന്ന് വിചാരിക്കുമ്പോഴേ ആ ഭക്ഷണത്തിന് പിന്നെ എന്ത് പ്രസക്തിയുണ്ട്? അവിടെ ആ ഭക്ഷണം ഇതേ ഒരു ഹാപ്പിനെസ്സോട് കൂടിയിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ നമുക്ക് അത് പറ്റുന്നില്ലെങ്കിലും പിന്നെ നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടി സയന്റിസ്റ്റ് ആവണം അല്ലെങ്കിൽ നമ്മുടെ കുട്ടി ആ ഒരു ലെവലിലേക്ക് എത്തണം. ബട്ട് മാക്സിമം മോസ്റ്റ് ഓഫ് ദ സയന്റിസ്റ്റ് അവരൊക്കെ ഒരുപക്ഷെ ലാംഗ്വേജിൽ വളരെ വീക്കായിരുന്നു. മോസ്റ്റ് ഓഫ് ദ സയന്റിസ്റ്റ് അവരൊക്കെ മാർക്കിൽ വളരെ വലിയ ഹയസ്റ്റ് പെർസെൻറ്റേജും വാങ്ങിച്ചിട്ടൊന്നും വന്നവരല്ല എന്നുള്ള മാക്സിമം സയന്റിസ്റ്റും. ഈവൻ എഴുത്ത് വ്യക്തമായിട്ട് അറിയാത്ത ആൾക്കാരില്ലേ? നമ്മൾ പല ആൾക്കാരുടെയും സ്റ്റോറീസ് വായിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികളുടെ കാര്യം എത്തുമ്പോൾ നമ്മൾ പഴയതിലേക്ക് പോകും. അതൊരു പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് കിട്ടാത്ത മാർക്ക് കൂടി അവർ വാങ്ങണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാവും. ബട്ട് ഇത് കൊടുക്കുന്നത് അൾട്ടിമേറ്റ്ലി സ്ട്രെസ് ആണ്. ആൻഡ് ഇത് നെക്സ്റ്റ് പെർഫോമൻസിന്, അടുത്ത ദിവസത്തെ പെർഫോമൻസിനെ പിടിച്ച് താഴേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. എനിവേ, ആ ഒരു ഭക്ഷണത്തിന് പിന്നീട് അവിടെ ആ ഒരു സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഒരു ഭക്ഷണം ആയിട്ട് മാറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണം ഒരുപക്ഷെ കുറയുന്നുണ്ടാവും. ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. അതുകൂടാതെ നമ്മുടെ ബോഡിയെ നറിഷ് ചെയ്യുന്ന സാധനമാണ്. ബട്ട് ഇതുകൊണ്ട് കഴിഞ്ഞില്ല. ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കുടലിനകത്തുള്ള ഒത്തിരി മൈക്രോബ്സ് ഉണ്ട്, ചെറിയ അണുക്കൾ. ഈ അണുക്കളെയും ഇതേ ഭക്ഷണം തന്നെയാണ് പരിപോഷിപ്പിക്കുന്നത്. അപ്പൊ അതിനകത്ത് നല്ല അണുക്കളും
മോശം അണുക്കളും ഉണ്ടാവുമ്പോൾ, ഇങ്ങനെയുള്ള ഒരു മൈക്രോ കോളനി ഉണ്ടാവുമ്പോൾ നല്ല ഭക്ഷണം വേണ്ട കോളനി അതിന് എപ്പോഴും നല്ല ഭക്ഷണം തന്നെ കൊടുത്തല്ലേ മതിയാവും. അതേ സമയത്ത് മോശം ഭക്ഷണം ആണ് നമ്മൾ അതിന് പിന്നെയും കൊടുക്കുന്നതെങ്കിൽ മോശം ഭക്ഷണം കിട്ടുന്ന അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന കോളനി വലുതാവും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പലതരത്തിലുള്ള എഫക്റ്റ് ഉണ്ട്. ഞാൻ ചെറിയൊരു പോർഷൻ ഇവിടെ കാണിച്ചു മാത്രം. പലതരത്തിലുള്ള മൈക്രോബ്സ് ഉണ്ട്, ജസ്റ്റ് പല ഫിഗേഴ്സ് ഉണ്ട് ഇവിടെ. എനിവേ, ഇതിന്റെയൊക്കെ പർപ്പസ് എന്താണ്? എന്തിനാ ഇത് നമ്മുടെ ശരീരത്തിൽ? ആക്ച്വലി ഇതിനെ പറയുന്നത് തന്നെ അൺഐഡന്റിഫൈഡ് ഫോറിൻ ഒബ്ജക്റ്റ് എന്നാണ് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. മുമ്പ് അങ്ങനെ ആയിരുന്നു, UFO ആയിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫങ്ഷണൽ ഓർഗനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു പ്രത്യേക ഓർഗനായിട്ട് നമുക്ക് പറയാനൊന്നും പറ്റില്ല. ഇതിന് ഇതിൻ്റെതായിട്ടുള്ള സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ഉണ്ട്. അത്തരം ഒരു ഫങ്ഷൻ ആ ഒരു ഓർഗന്, അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഓർഗന് ചെയ്യാൻ പറ്റണമെങ്കിൽ അതിന്റെ ശരിയായ ഒരു ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ജസ്റ്റ് ആ ഫങ്ഷൻസിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ എഴുതിയെന്ന് ഉള്ളൂ. ഫെർമെന്റേഷനുമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫെർമെന്റേഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ദഹിക്കാത്ത പല ഫുഡും, അതിപ്പം വലിയവരിലായിക്കോട്ടെ കുട്ടികളിലായിക്കോട്ടെ, ദഹിക്കാത്ത പല ഫുഡും അത് പുറത്തേക്ക് പോകും അല്ലെങ്കിൽ ഫെർമെന്റ് ആയി കളയും. ഓക്കെ. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ സിന്തസിസിനും ഇത് വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ഇത് കൂടാതെ മറ്റു ഹോർമോൺ ബാലൻസുകളും അതുപോലെ പാത്തജൻ അളവ് കൂടാതിരിക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഉള്ള നല്ല മൈക്രോബിന്റെ കോളനി നമുക്ക് ഒരു വലിയ ഫങ്ഷണൽ ഓർഗൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ആ ഒരു രീതിയിലുള്ള റിസർച്ചിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സോ എന്താണ് നമ്മുടെ മൈക്രോബയോമിൽ നേരിട്ട് എഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഗസ് നെർവ് എന്ന് പറയുന്ന ഒരു നെർവ് വഴി ഗട്ട് ബ്രെയിൻ ആക്സിസ് അത് നേരിട്ട്, അല്ലെങ്കിൽ ലിവർ ഗട്ട് ബ്രെയിൻ ആക്സിസ് നേരിട്ട് അത് കണക്റ്റഡ് ആണ്. ഒരു ഹോട്ട്ലൈൻ കണക്ഷൻ വഴി നമ്മുടെ മൈക്രോബയോമിനും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഇമ്പാക്ട് ചെയ്യാൻ പറ്റും. അവിടെ പലതരത്തിലുള്ള ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇമോഷൻസിനെ അപ് ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടോ ഇതേ മൈക്രോബയോമിന് പറ്റും. സോ ഇങ്ങനെയുള്ള ഒരു മൈക്രോബയോമില് ആ ഒരു പെർസെൻറ്റേജ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ഒരു നല്ല ബാക്ടീരിയയും മോശം ബാക്ടീരിയയും തമ്മിലുള്ള ഒരു അനുപാതം പറഞ്ഞില്ലേ, ആ അനുപാതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ അതിന് ഡിസ്ബയോസിസ് എന്ന് പറയും. ആ ഡിസ്ബയോസിസും അതുപോലെ തന്നെ അതിനുശേഷം വയറിനകത്തുണ്ടാവുന്ന പല ഇൻഫ്ലമേഷൻസും അത് ശരീരത്തിന് നല്ല രീതിയിൽ എടുക്കാൻ പറ്റില്ല. കാരണം ശരീരത്തിലെ ഒരു വലിയ നെർവസ് സിസ്റ്റം തന്നെ നമ്മുടെ കുടലിനകത്തുണ്ട്. എൻറ്ററിക് നെർവസ് സിസ്റ്റം എന്ന് പറയും. ഇത്തരം ഒരു നെർവസ് സിസ്റ്റത്തിനെ അത് ഇമ്പാക്ട് ചെയ്യും. ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാലും അത് ഇമ്പാക്ട് ചെയ്യും, ഡിസ്ബയോസിസും ഇമ്പാക്ട് ചെയ്യും. ഇത് കൂടാതെ വാഗസ് നെർവ് വഴി പല ന്യൂറോ ട്രാൻസ്മിഷൻസും നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുത്തിട്ട് അങ്ങനെയും എഫക്ട് ചെയ്യും. സോ ഗട്ട് മൈക്രോബയോം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ്. അതിന്റെ ഒരു ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇത് മനുഷ്യജീവി എന്നുള്ള രീതിയിൽ ഞാൻ കുട്ടികളെയോ വലിയവരെയോ പറയുന്നതല്ല, എല്ലാവരും. ഓക്കെ. ഇതിലിപ്പോ ഈ പറഞ്ഞതിൽ പാരന്റ്സിന് ഇതെങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് നോക്കാം. പാരന്റ്സ് കഴിക്കുന്ന ഭക്ഷണം, പാരന്റ്സിന്റെ ജീവിതശൈലി നല്ല രീതിയിലല്ലെങ്കിൽ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ കുട്ടിക്ക് അക്ഷരത്തെറ്റ് വന്നു കഴിഞ്ഞാലോ ഒക്കെ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. നമ്മുടെ ആങ്സൈറ്റി, നമ്മുടെ ഡിപ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ എന്ത് ഇമോഷനും അത് കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇതുപോലെ തന്നെ കുട്ടിക്കും സ്വന്തമായിട്ടൊരു ഫീലിംഗും ഇമോഷനും ഒക്കെ ഇല്ലേ, അപ്പൊ അതിനെയും എഫക്ട് ചെയ്യും. സോ ഇത് ഒരു മ്യൂച്വൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നമ്മുടെ കോളനി, നമ്മളെ മാത്രമല്ല നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന മറ്റ് സോഷ്യൽ ബീയിങ്, അത് ഇൻക്ലൂഡിങ് നമ്മുടെ കുട്ടികളെ ഒക്കെ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളും ഭക്ഷണം കഴിക്കാൻ. ഓക്കെ. സോ ഇങ്ങനെ കഴിക്കുന്ന ഭക്ഷണം എവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഊർജം എവിടെയാണ് ചെലവഴിക്കുന്നത്? ഊർജം ചെലവഴിക്കുന്നത് സാധാരണഗതിയിൽ ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് വലിയ ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ബട്ട് ഇത്രയും മനസ്സിലാക്കുക, നമ്മുടെ ഒരു ബേസൽ മെറ്റബോളിക് റേറ്റ് ഉണ്ട്. ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഈവൻ നമ്മൾ പണിയെടുക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ട് ഒരു ജോലിയും ചെയ്യുന്നില്ലെങ്കിൽ പോലും ശരീരത്തിന്റെ കുറെ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എനർജി, അതിപ്പോ ഹാർട്ട് ബീറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ശ്വാസം കഴിക്കുന്ന ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന എനർജി, അതിനെ BMR എന്ന് നമുക്ക് പറയാം. ഈ BMR-ൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ വലിയ ഒരു പോർഷന്റെ ഈ BMR-ൽ
നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പല പല ഓർഗൻസിന് പല പല ഫങ്ഷൻസ് ഉണ്ട്. അതിന്റെ ആ ഫങ്ഷൻസിനനുസരിച്ച് ഇൻക്ലൂഡിങ് ലിവർ, കിഡ്നി, ബ്രെയിൻ, എന്തിന് ബ്രെയിനും ഉണ്ട്. നമ്മുടെ തലച്ചോറ് ഓൾമോസ്റ്റ് 20% 20 മുതൽ 30% വരെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ടൈം ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് കൂടിയിരിക്കുന്ന കണ്ടീഷനിലൊക്കെ കൂടുതൽ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കാം. ശരിക്കും നമ്മുടെ ബ്രെയിനിന്റെ സൈസ് എന്ന് പറയുന്നത് വെറും 2% മാത്രമേ വരുന്നുള്ളൂ. ടോട്ടൽ ബോഡി വെയിറ്റിന്റെ 2% വരുന്നുള്ളൂ. ഈ 2% ഉള്ള ബ്രെയിൻ അപ്രോക്സിമേറ്റ്ലി 20 മുതൽ 30% വരെ എനർജി യൂട്ടിലൈസേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ എനർജി, നമ്മൾ എന്താണോ കഴിക്കുന്നത് ആ കഴിക്കുന്നതിന്റെ എനർജി ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇമോഷണലി ഡിസ്റ്റർബൻസസിലേക്ക് കൊണ്ടുപോകാൻ മതി. ഓക്കെ, ഇതിന് എഫക്റ്റ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. ഇത്രയും കൂടി മനസ്സിലാക്കാം. നമ്മുടെ തലച്ചോറിനകത്ത് പല ഏരിയാസ് ഉണ്ട്. അതിലിപ്പോ ഓക്സിപിറ്റൽ ലോബ് എന്ന് പറയുന്നത് വിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ തന്നെ പറൈറ്റൽ ലോബ് എന്ന് പറയുന്നത് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സെറിബെല്ലം എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ്, കോർഡിനേഷൻ, ഇതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ടെമ്പറൽ ലോബ് ഹിയറിംഗും ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ തന്നെ ഫ്രോണ്ടൽ ലോബ് നമ്മുടെ തിങ്കിങ്, മെമ്മറി, പ്ലാനിങ്, അതുപോലെ തന്നെ ബിഹേവിയർ, അതുപോലെ തന്നെ മൂവ്മെന്റ്സ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ കുറച്ചു നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഒരു കുട്ടിയുടെ പ്രധാനപ്പെട്ട ചില, അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില ഗുണങ്ങൾ എന്തൊക്കെയാ? അറ്റൻഷൻ ഉണ്ടാവണം, മെമ്മറി ഉണ്ടാവണം, അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ച് ആൻസർ അല്ലെങ്കിൽ പ്രിപ്പറേഷനോട് കൂടിയിട്ട് അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എവിടെയാ വരുന്നത്? ഫ്രോണ്ടൽ ലോബില്. ഈ ഫ്രോണ്ടൽ ലോബില് ഇതിന് കൊടുക്കുന്ന എനർജി ഇമ്പൾസസ് പ്രോപ്പർ അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? അതിന് വേരിയേഷൻ വരാം, അല്ലെ? തീർച്ചയായിട്ടും നമ്മുടെ കുടലിന്റെ ആരോഗ്യം ശരിയായ രീതിയിൽ അല്ലെങ്കിൽ സംഭവിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ന്യൂട്രിയന്റ് അബ്സോർപ്ഷനെ തടയും, അതുപോലെ തന്നെ ആ കുടലിന്റെയും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബ്ലഡ് സിസ്റ്റത്തിന്റെയും ടോട്ടൽ കമ്പോസിഷൻ മാറ്റും. അതിനകത്തുള്ള ന്യൂട്രിയൻസിന്റെ പോർഷൻ മാറ്റും. അതുപോലെ തന്നെ ചിലപ്പോൾ മൈക്രോബ്സ് അതിനകത്തേക്ക് പോകും, അതല്ലെങ്കിൽ ഫുഡ് അൺഡൈജസ്റ്റഡ് ആയിട്ട് അതിനകത്തേക്ക് പോകും. പല പല ഇഷ്യൂസും വരാം. ഓക്കെ, ആൻഡ് പിന്നെ അത് ബ്രെയിനിൽ മാറ്റങ്ങൾ വരുത്തും. ഓക്കെ, ഇത് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ നമ്മുടെ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിന് വളരെ പലതരത്തിലുള്ള ഇമോഷൻസുമായിട്ട് സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ്. അത് ദേഷ്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സങ്കടം ആയിക്കോട്ടെ, സന്തോഷം ആയിക്കോട്ടെ, ടെൻഷൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് അതിന് വളരെ പെട്ടെന്ന് തന്നെ എഫക്റ്റ് ഉണ്ട്. സോ അവിടെയൊക്കെ നമ്മുടെ ഈ കുടലിന്റെ ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസും മാച്ചിങ് ആയില്ലെങ്കിൽ അവർക്ക് ശരിയായ രീതിയിൽ പണിയെടുക്കാൻ പറ്റില്ല. സോ ഇത് നമ്മുടെ ഇന്നത്തെ കാലത്ത് എവിടെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, എക്സാമിന് ശരിയായ പ്രിപ്പറേഷനോട് കൂടിയിട്ടല്ല നമ്മൾ പോകുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വയറിനകത്ത് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ്, അതിന് പൊതുവെ ഇംഗ്ലീഷിൽ ഒരു ഡയലോഗ് പറയുന്നത് ബട്ടർഫ്ലൈ ഇൻ സ്റ്റൊമക് എന്ന് പറയുന്ന ഒരു ഡയലോഗാണ്. ഇത് പ്രിപ്പറേഷനോട് കൂടിയിട്ട് പോകുന്നതാണെങ്കിലോ വി ആർ റെഡി, വി ആർ വിത്ത് കറേജ്, അല്ലെ? എന്ത് വന്നാലും നമുക്ക് കാണാം. ചില ആൾക്കാരുണ്ട് കേട്ടോ, ചില കുട്ടികളുടെ ഇതൊന്നും പ്രശ്നമല്ല, ഞാൻ എന്ത് വന്നാലും എഴുതും എന്ന് വിചാരിക്കുന്നവരുണ്ട്. ബട്ടർഫ്ലൈ ഇൻ സ്റ്റൊമക്. ഓക്കെ, സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് അവരില് വന്നുകൊണ്ടിരിക്കും. സോ ഇവിടെ ഇനി ഞാൻ ബ്രെയിനിന്റെ എനർജിയിലേക്ക് പോവാണ്. നമ്മുടെ ബ്രെയിനിന് നമ്മൾ ഷുഗർ അല്ലെങ്കിൽ കലോറി ഡെൻസ് ആയിട്ടുള്ള, കലോറി ഡെൻസ് മാത്രമല്ല ഈസിലി ഡൈജസ്റ്റബിൾ കലോറി ആയിട്ടുള്ള, അബ്സോർബിൾ ഷുഗർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കൂടുതൽ കൊടുക്കുന്നതെങ്കിൽ, അതിപ്പോ ചിലപ്പോ ഫ്രക്ടോസോ അല്ലെങ്കിൽ കോൺ സിറപ്പോ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടോ ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ബ്രെയിനിലേക്ക് എനർജി വളരെ കൂടുതൽ കൊടുക്കും. കാരണം മിനിമം ഒരു 20%, 1/5 ഓഫ് ദ എനർജി അവിടെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതല്ലോ. അപ്പോ പെട്ടെന്ന് തന്നെ ബ്രെയിൻ ആക്റ്റീവ് ആവും. ബട്ട് ഈ ആക്റ്റീവ്നെസ് അധിക നേരം നിൽക്കുന്നില്ല.
കാരണം ബ്ലഡിലേക്ക് പോയ എനർജി അത് കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നില്ല. സപ്പോസ് ഒരു കുട്ടി രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണം ഹെവി ആയിട്ടുള്ള ഇത്തരം ഷുഗറി ആയിട്ടുള്ള ഭക്ഷണമാണെന്ന് വിചാരിക്കുക. അതിനുശേഷം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 1 hour, വിത്തിൻ 2 hours ആ ഡൈജഷൻ പ്രോസസ് കംപ്ലീറ്റ് ആയിട്ട് അത് മാക്സിമം എനർജി ബ്ലഡ് ഷുഗറിലേക്ക് എത്തി. ആ ബ്ലഡ് ഷുഗർ ബ്രെയിനിലേക്കും 20% വരെ എത്തി എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇതിന്റെ നെക്സ്റ്റ് എന്താണ്? സപ്പോസ് ഈ കുട്ടി 9 മണിക്കാണ് ഭക്ഷണം കഴിച്ചതെങ്കിൽ 11 മണിയോട് കൂടിയിട്ട് ഈ കുട്ടിയുടെ ബ്രെയിൻ ആക്ടിവിറ്റീസ് കുറയാൻ തുടങ്ങും. ബ്രെയിൻ ആക്ടിവിറ്റീസ് കുറയുമ്പോൾ കുട്ടിക്ക് ഉറക്കം വരും. ആ സമയത്ത് പക്ഷെ എന്താണ് ടെൻഷൻ? പിറ്റേന്ന് എക്സാം ആണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ പഠിക്കണം, കൂടുതൽ അവിടെ ഇരിക്കണം. അപ്പോൾ വീണ്ടും എനർജിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അതൊരു തരത്തിലുള്ള ക്രേവിങ്സ് ആയിട്ട് ഈവൻ ചോക്ലേറ്റും അല്ലെങ്കിൽ പാതിരാത്രിയിൽ പോലും ചോക്ലേറ്റും കോഫിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന പാരൻസ് ഉണ്ട്. ബട്ട് ജസ്റ്റ് ബി അവെയർ ഓഫ് ഇറ്റ്. നിങ്ങളുടെ കുട്ടിയുടെ ഹോർമോൺ ഇംബാലൻസസ് വളരെ പെട്ടെന്നാണ് ഇവിടെ മാറുക. അത് നമ്മുടെ ശരീരത്തിന് ഒരിക്കലും മാച്ചിങ് ആയിരിക്കില്ല. ജസ്റ്റ് ഒരു എക്സാം ഡേക്ക് ഇത് സഹായിക്കുന്നുണ്ടാവും, പക്ഷെ ഉള്ളിൽ പോകുന്ന ഹോർമോണൽ ചേഞ്ച് അത് ടെമ്പററി അല്ല. ഹോർമോൺ ബേസിക്കലി ഇവിടെ എഫക്ട് ആവുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഇതിന്റെ തന്നെ വേറൊരു പോർഷൻ എടുക്കാം. ഈ കുട്ടി വളരെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു, ഹെവി ആയിട്ടുള്ള ഭക്ഷണം തന്നെയാ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചത്, പക്ഷെ നല്ലവണ്ണം ചവച്ചരച്ച് കഴിച്ചു എന്ന് വിചാരിച്ചാലോ? അവിടെ സമയം കിട്ടും, നന്നായിട്ട് ഭക്ഷണം ദഹിക്കാനും കിട്ടും. അതിന്റെ ഒന്നിച്ച് തന്നെ ഈ ഭക്ഷണത്തിനെ കുറച്ച് വെജിറ്റബിൾസോ അല്ലെങ്കിൽ മറ്റ് ഫുഡ് പോർഷൻസ് ആദ്യം എടുത്തിട്ട് അതിന്റെ കൂടെയാണ് ഇത്തരം ഹെവി അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ, ഷുഗറി എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് പഞ്ചസാര അടങ്ങിയെന്ന് മാത്രമല്ല കേട്ടോ, ഈവൻ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള എല്ലാം വരും അതില്. ഓക്കെ, നേരത്തെ കണ്ട ഒരു പിക്ചർ ഉണ്ട്. ഒരു കുട്ടി കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിനുശേഷം പാരന്റ് ആ കുട്ടിയോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നത്. ബട്ട് അതിനുശേഷം ആ പാരന്റിന്റെ ഉള്ളിൽ എന്താണുള്ളത്? കുട്ടിയോടുള്ള സ്നേഹം. അതുകൊണ്ട് എന്ത് ചെയ്യും? പാരന്റ് കുട്ടി ചോദിക്കുന്ന എന്ത് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയുള്ള അച്ഛനമ്മമാര് കുട്ടിയെ നന്നാക്കുകയാണോ ചെയ്യുന്നത്? അവിടെ അത്യാവശ്യം നന്നായിട്ട് വഴക്ക് പറഞ്ഞു, എക്സാം നന്നായിട്ട് എഴുതിയില്ല എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം കുട്ടി ചോദിക്കുന്ന ഭക്ഷണം എന്തും വാങ്ങിച്ചു കൊടുത്തു, അല്ലെങ്കിൽ നല്ലതാണ് ഉദ്ദേശിച്ചിട്ട് ഈ പാരന്റ് വാങ്ങിച്ചു കൊടുക്കുന്നതാവാ. അവിടെ നന്മ മാത്രമല്ല നടക്കുന്നത്, കുറച്ച് മാറ്റങ്ങളുണ്ട്. ജസ്റ്റ് ഈ കുട്ടി ചിരിക്കുന്നതിന്റെ കാരണം ഒരുപക്ഷെ ഇത്തരം പാക്ക് ഫുഡൊക്കെ കണ്ടിട്ടാവാം. ഇത്തരം പാക്ക് ഫുഡുകളിലും പ്രോസസ്ഡ് ഫുഡുകളിലും ഹെവി ആയിട്ടുള്ള പല കണ്ടന്റ്സും ഉണ്ട്. ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പല സെഷനിലും പറഞ്ഞതാണ്. ബട്ട് മേജർ പോർഷൻ എന്ന് പറയുന്നത് ഷുഗർ തന്നെയാണ്. കാരണം അതിനോടാണ് പൊതുവെ എല്ലാവർക്കും ടേസ്റ്റ് കൂടുതൽ വരുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ പിന്നെയും ഷുഗറി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഷുഗർ ഇഷ്ടപ്പെടുന്ന ബാക്ടീരിയയുടെ കോളനി വളരെ വലുതാവുകയും ആ ബാക്ടീരിയയുടെ അല്ലെങ്കിൽ ആ മൈക്രോബിന്റെ കോളനി വീണ്ടും നമ്മുടെ ബ്രെയിനോട് പറയുന്നു, എനിക്ക് കൂടുതൽ ആ ഭക്ഷണം വേണം, എനിക്ക് താല്പര്യമുള്ള ഭക്ഷണം ഷുഗർ കൂടുതലുള്ളതാണ്, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ബിസ്ക്കറ്റ് ആണ്, ആ പെർട്ടിക്കുലർ ചിപ്സ് വെറൈറ്റി ആണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ആവശ്യപ്പെടുന്ന എന്തും വാങ്ങിച്ചു കൊടുക്കുന്ന പാരന്റ് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സിന്റെയോ അല്ലെങ്കിൽ കുട്ടിയുടെയോ കുടലിന്റെ ആരോഗ്യവും അതുപോലെ തന്നെ ബ്രെയിനിന്റെ ആരോഗ്യവും കുറയാണ് ചെയ്യുന്നത്. ഈ അപ്പ് ആൻഡ് ഡൗൺ നമ്മുടെ ശരീരത്തിനകത്ത് വരുന്ന അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് പോകുന്ന എനർജിയുടെ അപ്പ് ആൻഡ് ഡൗൺ ഹെവി ആയിട്ട് നടക്കുമ്പോൾ 2 മണിക്കൂറും 3 മണിക്കൂറും എക്സാം എഴുതുന്നതിനിടയിൽ തന്നെ ബ്രെയിനിൽ എനർജി ലോസ് ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഒരു തെറ്റായ സമീപനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാം ദിവസം പോലും കഴിക്കേണ്ട ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതി അല്ലെങ്കിൽ അത് കുട്ടിക്ക് വളരെ മോശപ്പെട്ട രീതിയിലാണ് എഫക്ട് ചെയ്യുക. ബിക്കോസ് മേ ബി ആ 2 മണിക്കൂറിൽ അല്ലെങ്കിൽ 3 മണിക്കൂറിൽ ആദ്യത്തെ 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്ക് തന്നെ കുട്ടിയുടെ എനർജി തീർന്നിട്ട് ഇനി എങ്ങനെ എഴുതാൻ പലതും തലയിലുണ്ട്, പക്ഷെ അത് കൈകളിലേക്കോ അല്ലെങ്കിൽ അതിന്റെ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അവിടെ എനർജി ഉണ്ടാവില്ല. ഇതൊരു മിക്കവാറും ഒരുപാട് പേര് ഒരു
ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് ആണ്. പക്ഷെ ഇതിനെ ജസ്റ്റ് ഒരു ഓർമ്മയുടെ പോയിന്റിൽ മാത്രമാണ് എല്ലാവരും ഇതിനെ കാണുന്നത്. അങ്ങനെ മാത്രം കാണാതെ ഈ ഒരു എനർജി ആൻഡ് നമ്മുടെ കുടലിന്റെ വ്യൂവിലും കൂടി ഇതിനെ കാണണം. നല്ല ഭക്ഷണത്തിന് പലതരത്തിലുള്ള നമ്മുടെ നല്ല മൂഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, എനർജി, ഹാപ്പിനെസ്, അതുപോലെ മറ്റ് ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒരു ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയില്ല, കുഴപ്പമില്ല, അടുത്തതിലേക്ക് പോവാം, നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് പെട്ടെന്ന് പറ്റണം. അവിടെയാണ് പ്രിപ്പറേഷൻ പ്ലാനിങ് ഉള്ളതിന് മാത്രമേ അത് പറ്റൂ. ഓക്കെ, ഇതിനൊക്കെ നമ്മുടെ ബ്രെയിൻ ആണ് ആക്റ്റീവ് എന്നുള്ളത് ഞാൻ നേരത്തെ ഒരു സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഭക്ഷണം നല്ലതല്ലെങ്കിൽ അത് നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യും. ഇറിറ്റബിലിറ്റി ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ ഒരുപക്ഷെ ബ്ലാങ്ക് ആവും. അറിയുന്ന ഉത്തരത്തിന്റെ പോലും ഉത്തരം അറിയില്ലെന്ന് പെട്ടെന്ന് തോന്നും. നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിന് ആവശ്യമുള്ള നല്ല ഭക്ഷണം അത് കൊടുത്തു കഴിഞ്ഞാൽ ആ കുടല് വേണ്ട രീതിയിൽ അതിന്റെ മൈക്രോബിനെ കൺട്രോൾ ചെയ്തോളും. അതിൽ നിന്ന് നല്ല എനർജി സ്ലോ ആയിട്ട്, സ്റ്റഡി ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് ബ്രെയിനിന് കൊടുത്തോളും. കുട്ടിക്ക് കൂടുതൽ നേരം വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ നേരം വേണ്ട രീതിയിൽ പഠിക്കാനും ഒക്കെ തോന്നും. സിംബയോസിന്റെ ഓപ്പോസിറ്റ് ആണ് സാറേ അവിടെ കാണിച്ച ഡിസ്ബയോസിസ്. അതെ, ഓക്കെ. സിംബയോസിസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഇതാണ്. അതിന്റെ ഉള്ളിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ ശരീരവും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒത്തിരി ബാക്ടീരിയയുടെ കോളനിയും ഇത് രണ്ടും കൂടിയിട്ട് താതാത്മ്യം പ്രാപിച്ച് ഒരു വലിയ ശക്തിയായി മാറുന്നതിനെയാണ് വേണമെങ്കിൽ സിംബയോസിസ് എന്ന് പറയാൻ പറ്റുന്നത്. അത് രണ്ടും മ്യൂച്വൽ കോർഡിനേഷനിലാണ് പോകുന്നത്, പരസ്പര സഹകരണത്തോട് കൂടിയിട്ട്. അതിന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇത് രണ്ടും കൂടിയിട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒന്നാണ് ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ നോക്കുമ്പോഴുള്ള സ്ട്രെസ്സും കുടലും തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. എക്സാമിന് പഠിച്ചില്ല എന്നുള്ള ഒറ്റ ഫീലിംഗ് മാത്രം മതി അവന് കോൺസ്റ്റിപ്പേഷൻ വരാൻ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലൂസ് മോഷൻ വരാൻ, മൂത്രമൊഴിക്കണം തോന്നാൻ. ഇതൊക്കെ നോർമലി വലിയവർക്കും ചില പെർട്ടിക്കുലർ സമയത്തൊക്കെ സ്ട്രെസ് വരുമ്പോഴുണ്ടാവുന്നതല്ലേ. അപ്പൊ കുട്ടിക്കും ഇതൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ കുടലിന്റെ ആരോഗ്യം ആണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ നമ്മളായിട്ടൊരു സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യാതിരിക്കുക. അവിടെ നമ്മൾ എങ്ങനെ ഈ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പാരിസണും അല്ലെങ്കിൽ മീൻസ് തലനാരിഴ കീറിയിട്ട് എന്തൊക്കെ നടന്നു എന്ന് ചോദിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഹെൽത്തി ഹാബിറ്റ്സ് കുട്ടികളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്യാവശ്യം അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിയാം. ഓക്കെ, നല്ല ന്യൂട്രിയൻസിന്റെ ഡിമാൻഡ്, അതുപോലെ തന്നെ മോട്ടിവേഷന്റെ ഡിമാൻഡ്, ഇത് രണ്ടും നമ്മുടെ കോർട്ടിസോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണിനെ പറ്റിയാണ് പറഞ്ഞെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന ഇതൊക്കെ നമുക്ക് മാത്രമല്ല കുട്ടികളിലും ഉണ്ട്. അപ്പൊ ഈ കുട്ടികളുടെ കോർട്ടിസോൾ ലെവല് നോർമലി നമ്മുടെയൊക്കെ കാലത്ത് ഒരു പക്ഷേ ഉണ്ടായിരുന്നത് അവസാനത്തെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മാത്രമായിരുന്നു എക്സാമിന്റെ സമയത്ത്. പക്ഷെ ഇപ്പോഴും കുട്ടികൾക്ക് അത് ത്രൂ ഔട്ട് ദ ഇയർ ആണ്. കുട്ടികളുടെ ബാഗിന്റെ സൈസ് മാത്രമല്ല ഇന്നിപ്പോ വലുതായിട്ടുള്ളത്. കുട്ടികളുടെ തലേന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ വലുതാണ്. അപ്പൊ ആസ് എ പാരന്റ് നമ്മൾ അതിനെ കൂടി ഒന്ന് കൺട്രോൾ ചെയ്യണം. നമ്മുടെ കോർട്ടിസോളും കൺട്രോൾ ചെയ്യണം, കുട്ടികളുടെ കോർട്ടിസോളും വളരാതിരിക്കാനോ അല്ലെങ്കിൽ അത് റേസ് ആവാതിരിക്കാനോ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം അവർ ഓൾറെഡി ഒത്തിരി പ്രഷറൈസ്ഡാണ്. ഓക്കെ, സോ ഇതിൽ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആണ്. നമ്മൾ എന്ത് വേണമെങ്കിലും കഴിക്കാം, പക്ഷേ ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 20 to 25 മിനിറ്റ് സമയം എടുത്തിട്ട് തന്നെ അവൻ ഭക്ഷണം കഴിക്കട്ടെ. ഈ കുട്ടികളെ എക്സാമിന്റെ ദിവസം കുറേ നേരം ഇരുന്ന് വായിച്ച് അല്ലെങ്കിൽ ഉറക്കം ഒഴിച്ചിരുന്ന് വായിച്ച് അതിനുശേഷം കിട്ടുന്നത് എന്തും അതേ പുസ്തകത്തിന്റെ മുന്നിൽ വെച്ച് കഴിച്ച് മേ ബി വിത്തിൻ 5 മിനിറ്റ്സ് ഒരു ഓട്ടമാണ് സ്കൂളിലേക്ക്. അങ്ങനെയുള്ള ഒരു ഓട്ടം കൊണ്ട് പ്രത്യേകിച്ച് അവൻ കഴിച്ചത് അവൻ തന്നെ അറിഞ്ഞിട്ടില്ല, ഈവൻ അവന്റെ വയറും അറിഞ്ഞിട്ടില്ല. വിത്തിൻ 1 hour അവന് പിന്നെയും വിശക്കും. അപ്പൊ എന്താ കയ്യിലുള്ളത്? ആകെ കൂടിയിട്ട് വെള്ളം വേണ്ടത്ര കുടിക്കാൻ ശരിയാണ്, വളരെ നല്ലതാണ്. ഒരുപാട് വെള്ളം കുടിക്കാൻ വേണം. പക്ഷെ വെള്ളം പോലും കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പൊ കുട്ടികളുടെ അടുത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമ്മൾ കാണാറുണ്ട്. സ്കൂളിലത്തെ വെള്ളം നല്ലതല്ലെങ്കിൽ അവിടുന്ന് കുടിക്കേണ്ടതെന്ന് പറയും, അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ സ്ഥലം ശരിയല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത് കുറക്കാൻ പറയും. ഇതൊക്കെ ശരിക്കും അഡ്വേഴ്സ് എഫക്റ്റ് ആണ് കൊടുക്കുന്നത്. കുടലിന്റെ ആരോഗ്യം ടോട്ടലി കുറക്കും. ഇവിടെ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നത് തന്നെ അതും ചവച്ചരച്ച്
അറിഞ്ഞുകൊണ്ട് കഴിക്കുന്നത്, എന്ത് കഴിക്കുന്നു, എപ്പോ കഴിക്കുന്നു, എത്ര കഴിക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഗുണമുണ്ട്. എന്ത് അവിടെ ശരിക്കും ഇതിന്റെ ഇങ്ങനെയുള്ള ഡോണട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്ലെന്റി ഓഫ് വെജിറ്റബിൾസ് അതിന്റെ കൂടെ മിക്സ് ചെയ്യാൻ പറ്റും. ഇനി അതിലേക്ക് ഞാൻ വരാം. പിന്നെ ഒന്നാണ് നല്ല ഉറക്കം. ഉറക്കവും ഭക്ഷണവും സ്ട്രെസ്സും അതുപോലെ തന്നെ എക്സാം പെർഫോമൻസും, ഇത് നാലും വളരെ നന്നായിട്ട് കണക്ട് ആണ്. നല്ല ഒരു ഉറക്കം ഉണ്ടെങ്കിൽ മാത്രമേ, അറ്റ്ലീസ്റ്റ് ഒരു 7 to 8 hours ഉറക്കം ഉണ്ടെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ഡേ പെർഫോമൻസ് നന്നാവൂ എന്ന് എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരും പറയാറുണ്ട്. ഐ മീൻസ് ക്രിക്കറ്റോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പെർഫോമൻസ് കളികളിൽ ഉള്ളവർ പറയാറുണ്ട്. ഓക്കെ, അതുപോലെ ബ്രെയിൻ കൊണ്ടുള്ള പെർഫോമൻസിന് ഇത് ആവശ്യമില്ലേ? നേരത്തെ നമ്മൾ കണ്ടിരുന്നു നമ്മുടെ മസ്കുലർ ലെവലില് എനർജി കൺസംഷൻ വെറും 15 to 18% ആണ്. അതേസമയത്ത് ബ്രെയിനിന്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട് നമ്മൾ 20%-ലധികം എനർജി ഉപയോഗിക്കുന്നത്. സോ അവിടെയും ഇത് ആവശ്യമല്ലേ? പിന്നെ ഒന്നാണ് മെഡിറ്റേഷൻ ഓർ ദ ആക്ടിവിറ്റി ദേ ലവ്. കുട്ടികൾ എന്ത് ഇഷ്ടപ്പെടുന്നോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ടു 1 hour സമയം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ സന്തോഷമാവും. ആക്ച്വലി അതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല മെഡിറ്റേഷൻ. അതാണ് അവർ ഈ ആക്ച്വൽ എന്താ പറയാ, നമ്മൾ ഈ പറയുന്ന പോലെ മ്യൂസിക് കേട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പവർഫുൾ മെഡിറ്റേഷനിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് their brain ഒരിക്കലും, അവരുടെ ബ്രെയിൻ ഒരിക്കലും അങ്ങനെ ഒരു സൈലൻസിലേക്ക് പോവാൻ ഇത്രയും സമയം പോരാ. അതേ സമയത്ത് അവരെ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, മെഡിറ്റേഷന്റെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മൾ എന്ത് ആക്ടിവിറ്റിയിലാണോ ചെയ്തുകൊണ്ടിരിക്കുക അതിനകത്ത് മുഴുകി ഒരുപക്ഷെ നമ്മുടെ പരിസരം മറക്കുന്നത്, അതാണ് മെഡിറ്റേഷൻ. ഇങ്ങനെയുള്ള പല കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എക്സാമിന്റെ സമയത്ത് ആ കുട്ടി അറിയുന്നില്ല നമ്മൾ അവിടെ തൊട്ടടുത്ത് പോയി നിന്നിട്ട് അവനെ വാച്ച് ചെയ്യുന്നത്. അത്രമാത്രം ആ പഠിക്കുന്ന കാര്യത്തിലേക്ക് മുഴുകിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവും. പക്ഷെ അത് മാത്രല്ലാതെ അവന് ഇഷ്ടപ്പെടുന്ന, ഒരുപക്ഷെ ഈവൻ എയ്റോപ്ലെയിൻ ഉണ്ടാക്കുന്ന, കടലാസ് കൊണ്ട് എയ്റോപ്ലെയിൻ ഉണ്ടാക്കുന്നോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, മേ ബി ഒരു ഹാഫ് ആൻ അവർ ടു 60 minutes ഒരു ദിവസം കൊടുത്തിട്ട് അവനെ അതിൽ ഇൻവോൾവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നത് സ്ട്രെസ് റിലീസ് ആണ്. ഈ സ്ട്രെസ് റിലീസിന്റെ ഒന്നിച്ച് നമ്മുടെ ഗട്ട് മൈക്രോബയോം ബാലൻസ് ആവും, കോർട്ടിസോളിന്റെ ലെവല് നോർമൽ ആവും. ഓക്കെ, സോ ഭക്ഷണത്തിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട ചില ഭക്ഷണങ്ങളെ പറ്റി മാത്രം ഞാനിവിടെ പറയാം. ഒന്ന് വെജിറ്റബിൾ പ്രോട്ടീൻ ആണ്. വെജിറ്റബിൾ പ്രോട്ടീൻ വളരെ നല്ല രീതിയിൽ വയറിനെ സംരക്ഷിക്കും. നോൺ വെജ് പ്രോട്ടീനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിന് സാധാരണഗതിയിൽ നോൺ വെജ് പ്രോട്ടീനിൽ അടങ്ങിയിട്ടില്ലാത്ത ഒരു കാര്യം കൂടി ഇവിടെ കിട്ടും. അതാണ് ഫൈബർ. ഈ ഫൈബർ കണ്ടന്റ് കുട്ടി ഇഷ്ടപ്പെടുന്ന മറ്റ് ഷുഗർ കണ്ടന്റിന്റെ കൂടെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഷുഗറിന്റെ ഡൈജഷനും മെറ്റബോളിസത്തിനും വേണ്ടിയിട്ട് സമയം കൂടുതൽ കൊടുക്കുക. അത് ഒരു സ്ലോ എനർജിക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ കുറെ നേരത്തേക്ക്, നേരത്തെ 2 മണിക്കൂർ ആയിരുന്നെങ്കിൽ ഇനി ഒരു 3 മണിക്കൂർ നേരത്തേക്ക് ഭക്ഷണത്തിന് ദഹിക്കാനും അതുപോലെ തന്നെ ഷുഗർ കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ലെവലിലേക്ക് അത് എത്തും. പിന്നെ ഒന്നാണ് DHA അല്ലെങ്കിൽ omega-3 ഫാറ്റി ആസിഡ്സ്. omega-3 നമ്മുടെ വീടുകളിൽ തന്നെ കുക്ക് ചെയ്യുന്ന നല്ല ഫ്രൈ ഫുഡ് തന്നെ വേണമെന്നൊന്നുമില്ല. നല്ല രീതിയിൽ കറി വെച്ചിട്ടുള്ള മീനൊക്കെ, സീ ഫുഡ് പ്രധാനമായിട്ടും ഇതിനും ഗുണം ചെയ്യുന്നതാണ്. ബ്രെയിനിനെ വളരെ ആക്റ്റീവായിട്ട് നിലനിർത്തും, കുടലിനെ നിലനിർത്തും. പിന്നെ ഒന്നുള്ളതാണ് ഓറഞ്ച്. വൈറ്റമിൻ സിയുടെ ഇമ്മ്യൂണിറ്റി മാത്രമല്ല, ഇവിടെ ഫൈബർ കണ്ടന്റും വളരെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഓറഞ്ച്. ബീൻസ് വെറൈറ്റീസിൽ എല്ലാത്തിലും, അതുപോലെ തന്നെ ഇലക്കറികളിൽ, ബീൻസ് മാത്രമാക്കണ്ട, ഇലക്കറികളിലൊക്കെ തന്നെ ശരീരത്തിന് വേണ്ട ഒത്തിരി ഫൈറ്റോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അത് കുട്ടികൾ കഴിക്കാൻ അവർക്ക് വേണ്ട രീതിയിൽ, അവരുടെ ടേസ്റ്റിന് ഉതകുന്ന രീതിയിലേക്ക് അതിനെ മിക്സ് ചെയ്യുക. ഈവൻ പല വീടുകളിലും നമുക്ക് ഇലക്കറി ആണെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ മുട്ടയൊക്കെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇടാൻ പറ്റും അവിടെ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന്റെ ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലേക്ക് അതിനെ കൊണ്ടുവരിക. അഡീഷണൽ ആയിട്ട് എണ്ണ ചേർത്താൽ മാത്രമേ വായിക്ക് ടേസ്റ്റ് ഉള്ളൂ എന്ന് വിചാരിക്കരുത്. തീർച്ചയായിട്ടും നമ്മുടെ ടേസ്റ്റ് പല രീതിയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ടേസ്റ്റ് വരുന്നത് ഗട്ട് മൈക്രോബയോം കൂടി പറയുന്നതിനനുസരിച്ചാണ്. അതാണ് കുറച്ചൊക്കെ തീരുമാനിക്കുന്നത്. 50% നമ്മുടെ ബ്രെയിൻ ആണെങ്കിൽ 50% നമ്മുടെ കണ്ണുകളും ബ്രെയിനും ഒക്കെ കൂടിയിട്ട് പറയുമ്പോൾ ബാക്കി 50% പറയുന്നത് നമ്മുടെ ഗട്ട് മൈക്രോബയോം ആണ്.
അവരാണ് പറയുന്നത് ഇതെനിക്ക് ഇഷ്ടമുണ്ട്, അപ്പൊ ഇതാണ് ഇനി അടുത്ത് അമ്മയോട് ഞാൻ ചോദിക്കേണ്ട ഭക്ഷണം. ഓക്കെ. പിന്നെ ഒന്നാണ് കൊക്കോ. കൊക്കോ എന്ന് പറയുന്നത് അതിനകത്തുള്ള ന്യൂട്രീഷണൽ കണ്ടന്റ് കൊണ്ട് മാത്രമല്ലാതെ ഒരുപാട് ബ്രെയിൻ എഫക്റ്റ് ഉള്ളതാണ്. പ്ലസ് എനർജി കൊടുക്കുന്നതാണ്, ബ്രെയിൻ ബൂസ്റ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. നട്ട്സ് ആൻഡ് സീഡ്സ്, പലതരത്തിലുള്ള നട്ട്സ് ആൻഡ് സീഡ്സ്, ഈവൻ അത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് 1-2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് അതിനെ സോക്ക് ചെയ്ത് വെച്ചിട്ട് എടുത്ത് കൊടുക്കാം. ബദാമിന്റെയൊക്കെ സോക്ക് ചെയ്തതിന് ശേഷം അതിന്റെ തൊലി കളയുന്നത് നല്ലതാണ്. പല സീഡ്സിന്റെയും അല്ലെങ്കിൽ പല നട്ട്സിന്റെയും ഈ തൊലി കളഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഫ്രൈഡ് ആയിട്ടുള്ള സീഡ്സും അല്ലെങ്കിൽ ഫ്രൈഡും സാൾട്ടഡ് എന്ന് പറയും, ഉപ്പ് ചേർത്ത ഫ്രൈ ചെയ്ത അത്തരം നട്ട്സും സീഡ്സും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഒന്നാണ് മുട്ട. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഉപയോഗിക്കുമ്പോൾ മുട്ട ഉപയോഗിക്കുമ്പോൾ മഞ്ഞ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് പൂർണ്ണമായിട്ട് എനിക്ക് അറിയില്ല. എന്നാലും പലരും പറയുന്ന കേട്ടിട്ടുള്ളത് അതിനകത്തുള്ള ഫാറ്റ് കണ്ടന്റ് വളരെ കൂടുതലാണ്, അത് നമുക്ക് വേണ്ടതാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുട്ടയ്ക്കകത്ത് മഞ്ഞയിലുള്ള കോളിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ്, അത് വിറ്റമിൻ ബിയുടെ ഗണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷെ ആ ഒരു കോളിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് വളരെ കൂടുതലായിട്ട് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിക്ക് എഫക്റ്റീവ് ആവും. ഒരു കുട്ടിക്ക് ആവശ്യമുള്ള, മീൻസ് ഒരു 10 to 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് ആവശ്യമുള്ള 75% കോളൈന്റെ ആവശ്യവും 2 മുട്ട കഴിച്ചു കഴിഞ്ഞാൽ കിട്ടും. മുട്ട നല്ല ഭക്ഷണം ഈ ഒരു കാര്യത്തില്. ഓക്കെ. ആൻഡ് പിന്നെ ഒന്നാണ് പാൽ. പാലിനകത്തുള്ള കെസിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ്, കെസിൻ പ്രോട്ടീൻ, വേ പ്രോട്ടീനും കെസിനും ഒക്കെ പാലിനകത്തുണ്ട്. സോ കെസിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് സ്ലോ എനർജി ഈൽഡിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന് കുറെ നേരത്തേക്ക് എനർജി സ്ലോ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. അങ്ങനെ സ്ലോ ആയിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, രാത്രിയിൽ കുറെ നേരം ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറെ നേരം ഇരുന്നിട്ട് നമ്മൾ എക്സാം പ്രിപ്പറേഷൻ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അവസരത്തിലൊക്കെ പാലായിരിക്കും കൂടുതൽ ഉത്തമം. അത് രാത്രിയിൽ കൊടുക്കാനല്ല, അതൊരു 9 മണിക്കാണെങ്കിൽ ആ 9 മണിക്ക് ഭക്ഷണത്തിന്റെ കൂടെ തന്നെ പാല് കൂടി കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രോട്ടീൻ, കസിൻ പ്രോട്ടീൻ കഴിക്കുന്ന സമയത്ത് അത് ലേറ്റ് നൈറ്റിലേക്ക് കൂടി അവന് ഗുണം ചെയ്യും, ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ആൻഡ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ, ഇതെല്ലാം അറിവൊക്കെ ശരിയാണ്, പക്ഷെ എന്റെ മോന്റെ എക്സാം അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇവിടെയും എഗെയിൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വയറിന്റെ ആരോഗ്യം ശരിയായ രീതിയിൽ നിലനിർത്തേണ്ടത്. ഇപ്പൊ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രിയിൽ മോൻ പഠിക്കാനിരിക്കും. അപ്പൊ ഈ മോൻ പഠിക്കാനിരിക്കുമ്പോ അവനെ മാത്രം എങ്ങനെ ഇരുത്താന്ന് വിചാരിച്ചിട്ട് അമ്മയും ഇരിക്കും. പക്ഷെ അമ്മയ്ക്ക് ഒരു 11 മണിയാകുമ്പോഴേക്കും ഉറക്കം വരും, അല്ലെങ്കിൽ 12 മണി. അങ്ങനെ ഉറക്കം വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അമ്മ കാപ്പി ഉണ്ടാക്കും, ഈ കാപ്പി മോനോടി കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങൾ ആക്ച്വലി നിങ്ങളെ മാത്രമല്ല കുട്ടിയുടെയും ആരോഗ്യം കളയാണ് ചെയ്യുന്നത്. ഇതാണ് നെക്സ്റ്റ്. ഓക്കെ, ഈ വർഷത്തെ പെർഫോമൻസ് വളരെ വണ്ടർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടാവാം. നെക്സ്റ്റ് ഇയർ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്ക് കുട്ടിയുടെ ഓൾമോസ്റ്റ് ആരോഗ്യം പോയിട്ടുണ്ടാവും. ഇത് കൂടാതെ മറ്റ് പല ന്യൂട്രീഷൻസും ഇവിടെ വരുന്നുണ്ട്, ലൈക്ക് നമ്മുടെ അയൺ. ഹീമോഗ്ലോബിൻ കണ്ടന്റ് വളരെ കുറഞ്ഞ കുട്ടികളിൽ ക്ഷീണം മാത്രമല്ലാതെ ഇറിറ്റബിലിറ്റിയും മറ്റു പല പ്രശ്നങ്ങളും, പെർഫോമൻസ് ലാക്ക്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അവരിൽ പെട്ടെന്ന് തന്നെ കാണാറുണ്ട്. അപ്പോൾ അയേണും കാൽസ്യവും പോലെയുള്ള നീഡ്സ് വളരെ നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അതടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതല്ലെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിയായ ന്യൂട്രീഷൻ ഡൈജസ്റ്റബിൾ ആയ രീതിയിൽ തന്നെ ഉപയോഗിക്കുക. ഞാനത് പ്രത്യേകം പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 തരത്തിലുള്ള ന്യൂട്രീഷന്, പ്രത്യേകിച്ച് മിനറൽസ്, നമ്മുടെ അയണും കാൽസ്യവും പല കുട്ടികളിലും കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടി അത് പലപ്പോഴും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ ടാബ്ലറ്റ് തന്നെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ന്യൂട്രീഷൻ തന്നെ പിന്നെയും കൊടുക്കുന്നതിന് പകരം ശരിയായ രീതിയിൽ കുട്ടിയെ മനസ്സിലാക്കിയിട്ട് എന്താണ് സ്യൂട്ടബിൾ എന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഈ 2 കാര്യങ്ങളും ഈവൻ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ ഹോർമോൺ ബാലൻസിനെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്.
തീർച്ചയായിട്ടും നല്ല പ്രോട്ടീനെ പറ്റിയിട്ടും പറഞ്ഞു. ഈ ഒരു കോമ്പിനേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി പീരിയഡ്സ് കൂടി വരുന്ന ആ കുട്ടിയുടെ അതിനിടയിലാണ് എക്സാംസ് വരുന്നതെങ്കിൽ അതിനെ വളരെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരുപാടുണ്ട് ഈ ഒരു ടോപ്പിക്കിൽ, ഒരുപാട് സംസാരിക്കാനുണ്ട്. ഒരുപക്ഷെ അടുത്ത തവണ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു. ബാക്ക് ടു ഫസ്റ്റ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്ന് വേണം ചിന്തിക്കാൻ. പരീക്ഷയുമായി അടുത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അതിനെ കോപ്പി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോപ്പിംഗ് മെക്കാനിസം എന്ന് വേണമെങ്കിൽ പറയാം. വളരെയധികം മെക്കാനിസംസ് പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഭക്ഷണം അത് കഴിക്കുന്ന രീതികൾ, ഭക്ഷണത്തിന്റെ തരങ്ങൾ, ഉറക്കത്തെ അല്ലെങ്കിൽ സമയത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കേണ്ട സമയങ്ങളെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞു. എന്തെങ്കിലും ആധികാരികമായി കൂടുതൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമാണ്. ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, പറഞ്ഞ പോയിന്റിൽ നിന്നും. വേണുഗോപാൽ സാർ പറയും. പാല് ഒരു സമീകൃതാഹാരമാണെന്നാണ് പറയുന്നത്. സാർ കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. കൊച്ചു കുട്ടികൾക്ക് പാല് ദഹിക്കില്ല എന്ന് പറയുന്നുണ്ട്. മുലപ്പാലാണ് ദഹിക്കുക, പാല് കൊടുത്താൽ ദഹിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം ശരിയുണ്ട്? ഏത് ഘടകമാണ് ദഹനശക്തി, അത് കുട്ടി ദഹിക്കാതെ ഏത് ഘടകമാണ് പാലിലുള്ളത്? പാല്, അതുപോലെ തന്നെ വീറ്റ്, ഇതിന് രണ്ടിനകത്തുള്ള ചില അലർജൻസ്, അത് കുട്ടികളുടെ മാത്രമല്ല വലിയവരുടെ വയറിന് ഒരു സെൻസിറ്റിവിറ്റി കൊടുക്കും. ഈ സെൻസിറ്റിവിറ്റി ആണ് അവർക്ക് പിന്നീട് അലർജിക്ക് ആവുന്നത്. അവർ ഇൻബോൺ ആയിട്ട് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള കുട്ടികളുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ കൊടുക്കുന്ന പാൽ, ഞാൻ അവിടെ പാലിന് എഴുതണമെന്ന് കുറെ പ്രാവശ്യം ചിന്തിച്ചിട്ടാണ് എഴുതിയത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വാങ്ങിക്കുന്ന പല പാലുകളും പാലല്ല, ഒറിജിനൽ മിൽക്കായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പൊ കോമൺ ആയിട്ട് പറയുന്നതാണ്, ഓക്കെ അമ്മയുടെ മുലപ്പാലാണ് ഏറ്റവും നല്ലതെന്ന്. അതിനുശേഷം പിന്നെ പാലില്ലെങ്കിലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് ട്രൂ. ആക്ച്വൽ നമ്മുടെ പശുക്കളുടെ കുട്ടികൾ പിന്നീട് എപ്പോഴെങ്കിലും പാല് കുടിക്കണ്ടോ? ഇതൊക്കെയാണ് പല ന്യായങ്ങളും. നമുക്ക് അതിന് വേണമെങ്കിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പശുവിന്റെ കുട്ടി പിന്നീട് പാല് കുടിക്കുന്നില്ലാത്തതുപോലെ നമ്മുടെ കുട്ടികളെ നമ്മൾ എന്തിനാ 25 വയസ്സ് വരെയും 30 വയസ്സ് വരെയും തോളിലെടുത്ത് നടക്കുന്നത്? നമ്മൾ ഈ എക്സാം എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ എന്തിനാ ഇത്ര ബേർഡൻ ചെയ്യുന്നത്? കാരണം നമുക്കുള്ള ആൻസൈറ്റി കൊണ്ടാണ് ചെയ്യുന്നത്, അല്ലെ? പേടി നമുക്കല്ലേ ആദ്യം. അപ്പൊ ഇത് എവിടുന്ന് മാറണം എന്നുള്ളത് ചിന്തിക്കുക. പാൽ കുട്ടികൾക്ക് മോശമാണ്, അല്ലെങ്കിൽ സ്വന്തം കുട്ടിക്ക് പാല് ചേരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കണം. നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒഴിവാക്കണം. ഓക്കെ. സാറേ, പതിവ് പോലെ വണ്ടർഫുൾ ക്ലാസ്. പ്രത്യേകിച്ച് ഈ ഇപ്പോഴത്തെ എന്തിട്ടാണ് സീസണ് അനുയോജ്യമായ ഒരു ക്ലാസ്. എനിക്ക് രണ്ട് കാര്യങ്ങൾ ഈ ക്ലാസ്സിനിടയിൽ സാർ പറഞ്ഞു പോയതിൽ ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒന്ന്, ഈ കടൽ സീ ഫുഡ്സ് അല്ലെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാം, omega-3 ഒക്കെ കിട്ടാനെന്ന് പറഞ്ഞു. അപ്പൊ ഈ കടൽ മത്സ്യങ്ങളും അതുപോലെയുള്ള സാധനങ്ങളും കായലിലെ മത്സ്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടോ? കായലിലെ മത്സ്യങ്ങൾക്ക് അതിലെന്തെങ്കിലും കുറവായത് കൊണ്ടാണോ, അതോ അതിന്റെ പ്രത്യേകത എന്താണ് എന്നറിഞ്ഞാൽ കൊള്ളാം. മറ്റൊന്ന്, നട്ട്സിന്റെ തൊലി കളഞ്ഞ് ഉപയോഗിക്കണം എന്ന് പറയുകയുണ്ടായി. മറ്റെപ്പോഴോ ഞാൻ കേട്ടിരിക്കുന്നത് ചിലർക്ക് ചിലത് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ തൊലിയോടുകൂടി കളയണം. പ്രത്യേകിച്ച് ഈ പീനട്സ് കഴിക്കുമ്പോൾ അതിന്റെ തൊലി കളയാതെ ആ തൊലിയോടുകൂടി തന്നെ കഴിക്കുന്നതാണ് ഉത്തമം. അപ്പോൾ ഗ്യാസ് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്താണ് അങ്ങനെ പറഞ്ഞത്, തൊലി കളഞ്ഞ് കഴിക്കണം, അല്ലെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ രണ്ട് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.
ഒരാൾ അഡ്മിറ്റ്. ഓക്കെ, താങ്ക് യു. നല്ല ചോദ്യമാണ്. സീ ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് ഉപ്പ് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ. അതില് എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജീവികളിൽ ഒമേഗ-3യുടെ അളവ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഒമേഗ-3യിൽ തന്നെ DHA അതുപോലെ തന്നെ EPA, ഈ 2 സാധനങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ALA എന്ന് പറയുന്നത് നമുക്ക് ഈവൻ വെജിറ്റബിൾസിൽ നിന്നൊക്കെ കിട്ടും, വെജിറ്റബിൾ ഓയിൽ നിന്നൊക്കെ കിട്ടും. പക്ഷെ EPA DHA ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല. 3 ഫാറ്റി ആസിഡ്സ് ആണ് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ട് ആവശ്യമുള്ള ഒമേഗ-3. ഈ 3 എണ്ണത്തിൽ ഒന്ന് നമ്മുടെ ശരീരം കുറേയൊക്കെ ഉണ്ടാക്കും, കുറേയൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, ഈ DHAയും EPAയും നോക്കുമ്പോൾ അതിൽ തന്നെ DHA ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമ്മുടെ ബ്രെയിനാണ്. അപ്പൊ ഫലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കടൽ ഭക്ഷണങ്ങളിൽ കൂടുതലായിട്ട് ഈ ഒരു DHA അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് കഴിക്കുന്നത് ഉത്തമമാണ്. ഒന്നാമത്തത്. രണ്ടാമത്തത് സീഡ്സ് അല്ലെങ്കിൽ നട്ട്സ് ഒക്കെ നമ്മൾ എന്തിനാണ് വെള്ളത്തിൽ ഇട്ട് കഴിക്കുന്നതെന്ന് ആദ്യം. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ ദഹിപ്പിക്കുന്നതിന് കുറച്ചുകൂടി എളുപ്പമാണ്. അത് ഓവർനൈറ്റ് സോക്കിംഗ്, ഒരു 8 to 12 hours സോക്കിംഗ് ആണ് പൊതുവെ പറയുന്നത്. ഇങ്ങനെ നമ്മൾ സാധാരണ വെള്ളത്തിലിടുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മുളപ്പിക്കാനാണ്. മുളപ്പിക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് പുറത്തേക്ക് കൂടുതൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുള മാത്രമല്ല, ഈ മുളയെ പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമുള്ള ആന്റി ന്യൂട്രിയൻസ് ആണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് കീടങ്ങളൊക്കെ അതിനെ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഓട്ടോമാറ്റിക്കലി ഒരു ലെയർ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ലെയേഴ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ച് ദഹിപ്പിക്കുന്ന അല്ലെങ്കിൽ പോഷണത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ന്യൂട്രിയൻസ് ആണെന്ന് പറയും. പോഷണത്തിന് നേരെ വിപരീതമായിട്ടുള്ളതാണ്. ഈ സാധനങ്ങൾ നമ്മൾ ഇപ്പൊ ബദാമിന്റെയാണ് ഏറ്റവും കൂടുതലായിട്ട്. ഇപ്പൊ ബദാം നമ്മൾ സോക്ക് ചെയ്തിട്ട് അതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം ഒന്നുകൂടി കഴുകിയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഈ ആന്റി ന്യൂട്രിയൻ ഫാക്ടർ മാക്സിമം പുറത്തേക്ക് പോകും. അപ്പോൾ ശരീരത്തിന് അത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ഓക്കെ. ഏർപ്പാടുണ്ടല്ലോ, പിസ്തയെ കുറിച്ച് എന്താ പറയുന്നത്? അത് ഗുണകരമാണോ ചള്ളാണോ? വില കൂടില്ലാന്നുള്ള പ്രശ്നമുണ്ട്. നട്ട്സ് എല്ലാം നല്ലതാണ്. പക്ഷെ പിസ്ത പൊതുവെ നമുക്ക് സാൾട്ടഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. സാൾട്ട് അല്ലാതെ ഉള്ള പിസ്ത ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഉപയോഗിക്കും. അൺസാൾട്ടഡ് പിസ്ത മാത്രമല്ല കേട്ടോ, ഞാൻ ഈവൻ പറയുന്ന ചീസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള എല്ലാ സാധനങ്ങളും അൺസാൾട്ടഡ്, ബട്ടർ ഒക്കെ അൺസാൾട്ടഡ് ഉപയോഗിക്കാനാ പറയാം. ആവശ്യമില്ലാത്തൊരു സാധനം അതിൻ്റെ അകത്തുണ്ടല്ലേ? ആവശ്യമില്ലാത്ത സാൾട്ട് മാത്രമല്ല, സോഡിയം മാത്രമല്ല അതിനകത്തുള്ളത്, മാക്സിമം എണ്ണത്തിലും അയോഡിൻ കൂടിയുണ്ട്. അത് പിന്നെ ഒരു ക്ലാസ്സിൽ പറയാം. അയോഡിൻ ഒരുപാട് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഈ സാൾട്ട്, പ്രത്യേകിച്ച് അയഡൈസ്ഡ് സാൾട്ട് ഒരുപാട് ഉപയോഗിക്കുന്നതിന് പകരം കല്ലുപ്പ് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി മെച്ചപ്പെടും. ഉപ്പുവെള്ളം അല്ലേ? ഓക്കെ, അമർജ്യോതി മാം പറയും. സാറേ, സാറ് പറഞ്ഞ വളരെ കറക്റ്റ് ആണ് എന്റെ അനുഭവത്തില്. അതായത് കുട്ടികൾ കൗൺസിലിംഗിന് വരുമ്പോ വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്വഭാവം കാണിക്കുന്ന കുട്ടികളെ പലപ്പോഴും അതിന്റെ കാരണം കൂടുതൽ ബേക്കറീസ് ഉപയോഗിക്കുന്നത്, ബേക്കറി ഐറ്റംസ്. ഇപ്പൊ ഒരു കുട്ടി എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്, ഭയങ്കര ഇറിറ്റേറ്റഡ് സ്വഭാവം. അച്ഛൻ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ എടുത്തെറിയുന്നൊക്കെ. അപ്പൊ ഈ കുട്ടി പറഞ്ഞത്, ഞാൻ ആദ്യത്തെ സിറ്റിംഗിൽ എനിക്ക് മനസ്സിലായില്ല എന്താ കുട്ടി ഇങ്ങനെ സ്വഭാവം കാണിക്കുന്നത്. രണ്ടാമത്തെ സിറ്റിംഗ് ഞാനിങ്ങനെ ചോദിച്ചു എന്തൊക്കെ ഭക്ഷണം, ഞാൻ എല്ലാ കുട്ടികളും ചോദിക്കും എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടി പറയുന്ന, ആ കുട്ടി ചെറിയ കുട്ടിയാകുന്ന മുതൽ അച്ഛൻ എന്നും വരുന്നേരം ബേക്കറി ഉണ്ട്, ആ ബേക്കറി നിന്നിട്ട് കുട്ടി ഉറങ്ങാണ്. എത്രയോ കൊല്ലം പ്ലസ് 2 പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി ശരിക്കും ഞാൻ ആ കുട്ടിയെ മനസ്സിൽ എത്തിക്കാൻ കഴിഞ്ഞു എനിക്ക് എന്തായാലും ബേക്കറി ഐറ്റംസിന്റെ ദൂഷ്യങ്ങൾ. അങ്ങനെ കുട്ടി അതിന് പിന്മാറിയതോടുകൂടി തന്നെ കുട്ടീന്റെ എല്ലാ കാര്യത്തിനും വളരെ ഓർമ്മശക്തി എല്ലാം തിരിച്ചു കിട്ടിയെന്നാണ്. അല്ലാണ്ട് വളരെ വളരെ പഠിച്ചൊക്കെ മറന്നു പോവുക, ആകെ അവളെ ഇതേ മാറിക്കഴിഞ്ഞു, ആരോഗ്യേ പോയിരുന്നു കുട്ടീനെ. ശരിക്കും ശരിയാണ് അത്. കുട്ടികളുടെ ഭക്ഷണ കാര്യത്തിൽ പാരന്റ്സ് വളരെ ശ്രദ്ധിക്കണം. പിന്നെ ചിലർ പറയും ഞങ്ങളെല്ലാം കൊടുക്കുന്നത്, പൊരിച്ച മീൻ കഴിച്ചാലും കൊളസ്ട്രോൾ മാത്രമല്ലേ എത്തൂ. ശരിക്കും മീനിന്റെ വൈറ്റമിൻസ് ഒക്കെ കിട്ടണേ ശരിക്കും കറി വെച്ച് കഴിച്ചാലല്ലേ കിട്ടുക, അല്ലേ സാറേ? അതിൽ സാർ എന്താ അഭിപ്രായം?
ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. സംഭവം ശരിയാണ്. അത് പൊരിക്കുക എന്ന് പറയുന്നതിന്റെ ടെമ്പറേച്ചർ ആണ് പ്രശ്നം. കുക്കിങ്ങിന്റെ ഒരു ക്ലാസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, യൂട്യൂബിൽ കാണാൻ പറ്റും. ആക്ച്വൽ നമ്മള് കുക്കിംഗ് മെത്തേഡുകൾ ശരിയാണെങ്കിൽ നമ്മുടെ ന്യൂട്രീഷൻ നഷ്ടപ്പെടില്ല. അപ്പൊ ഈ കുക്കിംഗ് മെത്തേഡിൽ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ന്യൂട്രിയൻസും നഷ്ടപ്പെടും. അത് കറി വെച്ച് കഴിഞ്ഞാൽ ആ ഹൈ ടെമ്പറേച്ചർ അവിടെ ഇല്ല. അതുകൊണ്ടാണ് അതവിടെ മീൻസ് നമ്മുടെ വെള്ളത്തിന്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ അല്ല എണ്ണയുടെ ചൂടാക്കുമ്പോഴുള്ള ടെമ്പറേച്ചർ, അല്ലെങ്കിൽ എണ്ണ ബോയിൽ ചെയ്യാൻ വേണ്ടത്. അത് ഓൾമോസ്റ്റ് ഡബിൾ ആണ്. 150 ടു മുകളിലേക്കൊക്കെ പോകുന്നുണ്ട് പല എണ്ണയ്ക്കും. അപ്പൊ ഈ എണ്ണയിൽ ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ ന്യൂട്രിയൻ കണ്ടന്റ് കുറവാണ്. പിന്നെ അത് എണ്ണ കൂടുതൽ അബ്സോർബ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഫാറ്റ് കണ്ടന്റ് കൂടുതലും ഉണ്ടാവും. മീൻസ് ഹൈ എനർജി ഡെൻസ് ആയിട്ടുള്ള ഭക്ഷണം എന്നാൽ ലെസ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണമാണ്, മൈക്രോ ന്യൂട്രിയൻസിൽ കുറവായിട്ടുള്ള ഭക്ഷണമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതാണ് അവിടെ ഒരു പ്രശ്നം. പിന്നെ കറികളിലാവുമ്പോൾ വേറൊരു ഗുണമുണ്ട്, നമ്മൾ കറിയും കഴിക്കും. കറിക്കകത്ത് നമ്മൾ എന്തിട്ട് കഴിഞ്ഞാൽ ഇപ്പം സാമ്പാർ പൊതുവെ പലതരത്തിലുള്ള വെജിറ്റബിൾസ് മിക്സ് ആയിട്ട് വരുന്നതല്ലേ. ഈ വെജിറ്റബിൾസിന്റെ കറി എല്ലാ ന്യൂട്രിയൻസും അല്പമെങ്കിലും ആ വെള്ളത്തിൽ ഉണ്ടാവില്ലേ. അതേ സമയത്ത് സാമ്പാറിനകത്തുള്ള എല്ലാ കഷ്ണങ്ങളും ഫ്രൈ ചെയ്തിട്ടതായിരുന്നെങ്കിലും ടെമ്പറേച്ചറും ഇതൊക്കെ അവിടെ വെക്കട്ടെ, അതൊക്കെ സെക്കൻഡറി ആയിട്ട് എടുക്കാം. ഓക്കെ. ഓക്കെ, വേറെ ആരാളുള്ള? ഗോകുമാർ സാർ, റോഹിത് സാർ, സജിത്, വിൻസെന്റ് സാർ, മോളിമാൻ ഒക്കെ ഉണ്ടെന്ന് ഷാജി സാർ പറഞ്ഞിട്ടില്ല. അതെ, പിള്ളേരുടെ ഈ പറഞ്ഞ പോലെ പിള്ളേരുടെ ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ്സിലൊക്കെ ഉള്ള ഒരു ബാലൻസ് അല്ലെങ്കിൽ ഒരു സിംബയോസിന്റെ കുറവ് ചിലപ്പോൾ ഈ പറഞ്ഞ സെൻസാർ പറഞ്ഞ പോലെ പഠനത്തെയൊക്കെ ബാധിക്കും. അപ്പോൾ അത് ഈ പുതിയ ലൈഫ് സ്റ്റൈൽ ഡിസീസസിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. അപ്പോൾ ആസ് ഓൾവേസ് പല കാര്യങ്ങളും ബട്ടർഫ്ലൈ ഇൻ സ്റ്റൊമക്ക് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എക്സാമിന് പഠിച്ചില്ലെന്ന് തോന്നൽ തന്നെ കോൺസ്റ്റിപ്പേഷനിലേക്ക് എത്തിക്കും. അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളിൽ കാണുന്ന കാര്യങ്ങളുടെയൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ. ഇപ്പോൾ കുട്ടികൾ ഒരു അരമണിക്കൂർ കളിക്കാൻ വിട്ടാൽ അവർക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ അത് ഒരു മെഡിറ്റേഷൻ പോലെ കുട്ടികളിൽ പ്രവർത്തിക്കുന്നു സാർ പറഞ്ഞതനുസരിച്ച്. അതുകൊണ്ട് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വിദ്യാഭ്യാസ നയത്തിലൊന്നും അതിന് വലിയ പ്രാധാന്യം കുറയ്ക്കുവാണ്. ഇപ്പോൾ ഡ്രോയിങ് അല്ലെങ്കിൽ സ്പോർട്സ് ഒക്കെ പല പ്രശ്നം കൊണ്ട് അതൊക്കെ കുറച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എല്ലാം വിശദീകരിച്ചു. താങ്ക് യു സാർ. താങ്ക് യു സാബു സാർ. സാറേ ഈ പറഞ്ഞ പോലെ ഈ ഞാനൊരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോയപ്പം കുട്ടികൾ ഭയങ്കരമായിട്ട് പരാതി പറഞ്ഞു എന്താണെന്ന് വെച്ചാല്, സാറേ ഞങ്ങളുടെ കളിക്കാനുള്ള സമയത്താണ് സാറിന്റെ മോട്ടിവേഷൻ. ഒരു നല്ല മെഡിറ്റേഷനുള്ള അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ മൈൻഡിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പോയാൽ എന്തായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. കാരണം അവർക്ക് കളി എന്ന് പറയുന്നത് അവരുടെ ജീവനാണ്. അതും ഒന്നിച്ചല്ലല്ലോ, ഒരു ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോൾ ഭയങ്കര ഒരു സിനർജിയാണ്. പലപ്പോഴും മോട്ടിവേഷൻ ഒന്നും താല്പര്യമില്ല കളിയുടെ സമയത്ത്. അവരുടെ സമയം സാർ അപകരിച്ച്, അത്രേ ഉള്ളൂ. അതെ, സമയം അപഹരിക്കാൻ വന്ന ആളെന്ന രീതിയിൽ നമ്മളെ മുദ്രകുത്തി. അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു മെഡിറ്റേഷൻ തന്നെയാണ് കളി, ഒരു സംശയവും. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാറേ വളരെ നല്ലൊരു ഇതായിരുന്നു, ഒരു ഐ ഓപ്പണർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡല്ല, ഇപ്പൊ മിക്കവാറും എല്ലാ ഫാമിലീസിലും ഞാൻ കണ്ടുവരുന്നുണ്ട്, ഇൻക്ലൂഡിങ് മൈ ഫാമിലി. ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ നമ്മൾ വീഡിയോ കാണിച്ചിട്ടാണ് അവരെ ശാന്തരാക്കുന്നത്. കുഞ്ഞു കുട്ടികളെ, എൻ്റെ 2 വയസ്സുള്ള ഗ്രാൻഡ് ഡോട്ടർ വരെ എന്തെങ്കിലും കരഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിനെ ശാന്തമാക്കാനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കണ പണി ഇതാണ്, ഈ വീഡിയോ. അത് എന്താണ്, അതിൻ്റെ മുകളിലത്തെ 2 പിള്ളേരുണ്ട്. ഇവർക്കും സമയം കിട്ടുമ്പോൾ അവർക്ക് ക്ലാസ്, അവരുടെ സ്കൂള് വളരെ ദൂരെയാണ്, അവിടെ നിന്ന് ബസ് വന്ന് വീട്ടിലെത്തുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ടയർഡായി. പിന്നെ കളിക്കാൻ വിടും, ഞങ്ങൾ പറയും കുറച്ച് കളിച്ചിട്ട് പോവാ. കളിച്ച് കഴിഞ്ഞ് പിന്നെ ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ചിന്ത മുഴുവൻ പോണത് എപ്പോഴെങ്കിലും ചെറിയൊരു പഴുത് കിട്ടിയ അപ്പം അവർക്ക് അത് വീഡിയോ കാണണം, ഇത് കാണണം. ടി വിയിൽ അവരുടേതായിട്ടുള്ള ചാനലുണ്ട്, കിഡ്സിൻ്റെ തന്നെയാണ്, പല ഇതുണ്ട്, അതൊക്കെ കാണണം അവർക്ക്. സോ വിത്തൗട്ട് ദാറ്റ് ഈ ഫുഡിന്റെ കാര്യമൊക്കെ പറഞ്ഞ മട്ട് അത് ഒരു നിർബന്ധമായിപ്പോയി. അതാണ്
അതൊന്നും മാറ്റാനായിട്ട് എന്താ വഴി ആലോചിക്കുന്നത്. ടി വി വേണ്ടെന്ന് വെച്ചാൽ അത് നമ്മള് പൊതുവെ സ്മോക്കിങ്ങിന് കൗൺസിലിങ്ങിന് വരുന്ന സ്മോക്കേഴ്സിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം നല്ലത്. ആ സമയത്ത് വേറെ എന്തെങ്കിലും കയ്യിൽ കൊടുക്കണം. എളുപ്പമല്ല, പക്ഷെ അതെന്താണ് അവർക്ക് സ്യൂട്ടബിൾ ആവുന്നത്, എന്താണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഇത് രണ്ടും ഒന്ന് ചിന്തിച്ചു നോക്കും. എന്തെങ്കിലും ഉപായം ഉണ്ടാവും. പല കുട്ടികളും ക്രിയേറ്റീവ് ആർട്ടിലേക്ക് വരുന്നത് ഈ ഒരു സമയത്താണ്. മീൻസ് അവരുടെ മൊബൈൽ അവരിൽ നിന്നും മാറ്റപ്പെടുമ്പോഴാണ് പല ആൾക്കാരും ക്രാഫ്റ്റ് വർക്കിലേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റ് തരത്തിലുള്ള ആക്ടിവിറ്റീസിലേക്കോ ക്രിയേറ്റീവ് ആയിട്ട് അവർ പോകുന്നത്. അവർ ഇനീഷ്യലി വളരെ അരോഗന്റ് ആയിരിക്കും, വളരെ ഇറിറ്റബിൾ ആയിരിക്കും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ പിന്നെയും അവിടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളോട് മാത്രമാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. വീക്കിലി ഒരു ദിവസം ഒരു ഡിജിറ്റൽ എക്യുപ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. വീക്കിലി ഒരു ദിവസം വേണ്ട, വീക്കിലി വേണ്ട, 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം നമ്മൾ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മളായിട്ട് നിർബന്ധം പിടിക്കുക. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം അങ്ങനെയുള്ളത് കഴിഞ്ഞിട്ട് കുട്ടിയോട് പറയാ, നീയും ഇനി ഒരു ദിവസം ഉപയോഗിക്കരുത്. നമ്മള് റോൾ മോഡൽ ആവുക. റോൾ മോഡലൊന്നും വേണ്ട, ആ ഒരു രീതിയിലൊന്നും ചിന്തിക്കണ്ട. അതൊക്കെ വലിയതായി. അല്ല ഈ പറയണേ, ഞാൻ ശരിയാണ് പറഞ്ഞത്. നമ്മള് വി ആർ ഓൾവേസ് വിത്ത് മൊബൈൽ ഓൺലി നമ്മൾ ഇരിക്കണത്. അപ്പൊ കുട്ടികളും കാണുന്നുണ്ടത്. ഞാൻ പക്ഷെ ഇവിടെ ടി വി വെക്കാറില്ല. വല്ലപ്പോഴും അവരോട് ഞാൻ പെർമിഷൻ ചോദിക്കും, മോനെ ഒന്ന് ഞാൻ ആ ക്രിക്കറ്റ് ഒന്ന് കണ്ടോട്ടെ ചോദിച്ചിട്ടാണ്. അവരതും തരില്ല ചിലപ്പോ. അപ്പൊ തന്നെ പരാജയപ്പെട്ടു അല്ലെ? അല്ല, അതൊക്കെ ഒരുപക്ഷെ സാറിന് പേഴ്സണലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആക്ച്വലി ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കണമെന്ന് നിങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തതല്ലേ? അതേപോലെ തന്നെ ആ കുട്ടി നിങ്ങളുടെ അടുത്ത് ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇറിറ്റേറ്റ് ആവണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ ആ കുട്ടി വന്ന് മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഒന്നും റിയാക്ഷൻ ഇല്ലെങ്കിൽ, സോറി, ഇത് ഞാൻ പേഴ്സണലി കുറ്റപ്പെടുത്താണോ എന്ന് അറിയില്ല, എനിക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി അറിയില്ല, സ്റ്റിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ കുട്ടിയോട് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ അതുപോലെ ആ കുട്ടി നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴാണോ റെഡി അല്ലാത്തത് ആ സമയത്ത് നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യണം. സ്വിച്ച് ഓഫ് ദ ടി വി. അതിനുശേഷം അവനത് പറഞ്ഞു കൊടുത്തിട്ട് എഗെയിൻ സ്വിച്ച് ഓൺ. അവര് ചെയ്യേണ്ട ഞങ്ങളെ വീട്ടിൽ ഞാൻ കണ്ടിരിക്കണ എന്റെ കൊച്ചുങ്ങൾ വന്നിട്ട് അപ്പച്ചി 10 മിനിറ്റ്സ് ക്രിക്കറ്റ് കണ്ടോ, അത് കഴിഞ്ഞാൽ ദെൻ വീൽ അത് മാറ്റിക്കളയുന്നാണ് അവര് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടില് അത് കുഴപ്പമില്ലാത്ത കാരണം ഞാൻ പിന്നെ മിണ്ടാറില്ല. ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. 2 TV ഒക്കെ രക്ഷയുള്ളൂ വിൻസൻ സാറേ. ഇതില് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടി വി ടൈം എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഉണ്ടാവണം. നമ്മൾ രാവിലെ ഓണാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം കുറെ പേഴ്സണലൈസ് ആയി പോകുമെന്ന് അറിയില്ല കേട്ടോ. സാമോ സർ, ഞാൻ ആൻസപ്പ് ആണ്. എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ പറയാമോ? ഇല്ലല്ല സാറേ, സാറ് പറഞ്ഞു വളരെ ശരിയാണ്, വളരെ ശരിയാണ്. നമ്മള് ഫോളോ ചെയ്യണമെന്ന് മാത്രല്ല, നമ്മൾ പല കാര്യങ്ങളിലും കുട്ടികളോട് പറയും, നിങ്ങൾ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ആ 1 മണിക്കൂർ സമയത്തിനിടയിൽ നമ്മൾ കയറിയിട്ട് അവരോട് വേറൊന്നും പറയരുത്. അത് അവരുടെ ടൈമാണ്. അപ്പൊ നമ്മൾ അവരുടെ ടൈമിനെ റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവര് നമ്മളുടെ ടൈമിനെ റെസ്പെക്ട് ചെയ്യുള്ളൂ. ഇപ്പൊ എന്റെ ടി വി ടൈമാണ്, ഞാൻ 1 മണിക്കൂർ ഇനി ക്രിക്കറ്റ് കാണും എന്നുള്ളതിനിടയിൽ അവർ വരാതിരിക്കണമെങ്കിൽ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. ആൻഡ് ടൈം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ടൈം മാത്രല്ല ഡിവൈസസ് മാനേജ് ചെയ്യാൻ പറ്റും. ഈ സമയത്ത് കേട്ടില്ല സർ? ടൈം ടേബിൾ ഉണ്ടാക്കണമെന്ന് അപ്പനും മോനും ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് രാവിലെ 6 മണി രാവിലെ 10 മണി മുതൽ 4 മണി വരെ ചെയ്യേണ്ടതുകൊണ്ടാണ്. അങ്ങനെ ചെയ്യരുത്. ടി വി നമ്മുടെ കണ്ണിന് വളരെ മോശമാണ്. മോശമാകുമ്പോൾ മാക്സിമം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറാണ് നമ്മൾ അതിന് നല്ലതെങ്കിൽ, അതിനെ വേണ്ടതെങ്കിൽ ആ ഒരു സമയം നമ്മൾ എടുക്കണ്ടു. നമ്മളുള്ള യൂട്യൂബ് ചാനൽ നേരത്തേക്ക് ഒരു ക്രിക്കറ്റ് ഒക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, മിക്കവാറും ആനയെ പിടുത്തം പല പല പരിപാടികളുണ്ട്. അപ്പൊ ഡെയിലി ഫുൾ ഡേ നമ്മൾ കണ്ടിരുന്നു പോകുന്നതാണ് പ്രശ്നം വരുന്നത്. അതുപോലെ വിൻസെന്റ് സാർ
ഇപ്പോഴീ പറഞ്ഞു സ്മാർട്ട് ഫോണും ഇതൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ടി വി ആയിട്ട് കണക്ഷൻ കൊടുത്ത് ഇന്റർനെറ്റിലുള്ള എല്ലാ സാധനങ്ങളും ടി വിയിൽ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പൊ ഇത് രൂക്ഷമായത് അല്ലെ? അത് തന്നെയാണ് കുട്ടികളും ചെയ്യുന്നത്. സ്മാർട്ട് ടി വി ഉപയോഗിക്കുന്നു. മറ്റേ അത് തോന്നിയ പോലെ കണ്ടില്ലല്ലോ, ഇത് ഇഷ്ടമുള്ള വരുമല്ലോ. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം. അത് പ്രത്യേകിച്ചും എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ എക്സാം സമയത്ത് ഓൾമോസ്റ്റ് എപ്പോഴാ എനിക്ക് തോന്നുന്നു രാത്രി 12 മണി വരെ, അത് കഴിഞ്ഞാൽ രാവിലെ 4 മണിക്കോ മറ്റോ തുടങ്ങും അവരുടെ ലൈവ് സെഷൻ. 10 മിനിറ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്ക് ഉറപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. മാർക്ക് ഓറിയന്റഡ് ആണെങ്കിൽ അത് ശരിയാ, പക്ഷെ മാർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫും പോയി. അങ്ങനെയുള്ള പല കുട്ടികളെയും ഒരുപക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇൻക്ലൂഡിങ് അവർക്കൊരു ആപ്ലിക്കേഷൻ എഴുതാൻ അറിയില്ല, അവർക്ക് ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ അറിയില്ല, സ്ഥലത്ത് ഇറങ്ങണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്താലേ അവർ ഇറങ്ങും. ഇങ്ങനെയുള്ള റോബോട്ടുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രം വർക്ക് ചെയ്താൽ മതി. അല്പം ഈ ഒരു തരത്തിലുള്ള കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് മാത്രമല്ല പ്രശ്നമുള്ളത്. ഇന്നിപ്പോ എന്റെ മോൻ LSSന്റെ എക്സാം എഴുതുന്നത് അവൻ പഠിക്കുന്ന പല ടോപ്പിക്കുകളും PSC ഈക്വലന്റാ. എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെ ഒരു LSS ചെയ്യുന്നത്? മീൻസ് അതിന്റെ ക്രീം എടുക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയുള്ളവരാണോ സയന്റിസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു ഏത് പദവിയിലും ഏറ്റവും മുകളിൽ എത്തുന്നവരൊക്കെ ഇങ്ങനെയുള്ളവരാണോ? ഇതുവരെ ആയിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇനി അങ്ങനെ ആയിരിക്കില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഞാൻ ചെന്നൈയിലുള്ളപ്പോൾ ഒത്തിരി കേസുകൾ ആ രീതിയിൽ കണ്ടിട്ടുണ്ട്. ഹൈലി ഇന്റലക്ച്വൽ IIT അല്ലെങ്കിൽ അതുപോലെയുള്ള പല ഗ്രാജുവേഷൻസും വളരെ ഹൈ പെർഫോമൻസിൽ ഗോൾഡ് മെഡൽ അങ്ങനെ ഇങ്ങനെയൊക്കെ നേടിയ ആൾക്കാര് ഫാമിലി ലൈഫിൽ എത്തുമ്പോൾ വിത്തിൻ 2 years ഒന്നുകിൽ ഡൈവേഴ്സ് ആയി അല്ലെങ്കിൽ കമ്മിറ്റഡ് സൂയിസൈഡ്. ഇന്നുകൂടി ഇപ്പം ആരാ, സോറി ടു സേ, ഐ തിങ്ക് കോട്ടയത്തോ കൊല്ലത്തോ ഉള്ള ഒരു പ്രിൻസിപ്പാളിന്റെ മകൻ ഫാമിലിയോട് കൂടിയിട്ട് ഇന്നില്ല, 2 കുട്ടികളും അമ്മയും ഒക്കെ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം കുറവായിട്ടാണോ? നമ്മൾ വിദ്യാഭ്യാസത്തിന് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം കണ്ടിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും കുട്ടികൾക്ക് ആ ഒരു ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതിൽ മാത്രം ഫോക്കസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ഡോണ്ട് നോ ഹൗ ടു ലിവ്. പരാജയം ഒരിക്കലും നമ്മൾ അറിയാൻ പാടില്ലാത്ത കാര്യമല്ല. നമ്മളൊരു സോഷ്യൽ ബീങ് ആണ്. അവിടെ നമ്മൾ മാത്രമല്ല ലൈഫിൽ. അതാണ് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഒരു പക്ഷേ സോറി സ്റ്റാർട്ടിങ്ങില് ഞാൻ പറഞ്ഞത് അതായിരുന്നു, ഒരു ലൈറ്റർ നോട്ടിൽ വേണം ഇതിനെടുക്കാൻ. നമ്മൾ ആസ് എ പാരന്റ് അതിൽ ഒരുപാട് ഇമോഷണൽ ആയിട്ട് എന്റെ മകൻ എല്ലാം A+ കിട്ടിയില്ല എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, പോസിറ്റീവ് സെൽഫ് ടോക്കും മെഡിറ്റേഷനും അല്ലെങ്കിൽ സാബു സാർ തന്നെ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ എടുത്ത സെഷനും ഇനി അടുത്ത ആഴ്ച വരുന്ന 2-3 സെഷൻസും ഒക്കെ വളരെ സൂപ്പർബാണ്. ആക്ച്വൽ പോസിറ്റീവ് സെൽഫ് ടോക്ക് ഒക്കെ ഇവിടെ ഒരുപാട് ഗുണം ചെയ്യും. ബിക്കോസ് നമ്മുടെ സ്ട്രെസ് കുറക്കും. കുട്ടികളുടെയും പാരന്റ്സിന്റെയും പോസിറ്റീവ് സെൽഫ് ടോക്ക് കുട്ടികൾക്ക് മാത്രമല്ല, ഈ കുട്ടി പോസിറ്റീവ് ആയിട്ട് A+ മാത്രം എല്ലാ വിഷയത്തിനും നേടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഫാമിലി ലൈഫിൽ ഉണ്ടാക്കുന്ന എല്ലാ ഫീലിങ്ങും നമ്മുടെ മനസ്സിലേക്ക് അപ്പൊ കയറി വരണം. കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് നമ്മൾ കൂടി ആ ഫുൾ A+ എനിക്ക് കിട്ടുമെന്ന് അവിടെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നതൊന്ന് വായിച്ചു നോക്കും. ഇറ്റ് വർക്ക്സ് വണ്ടേഴ്സ്. ആസ് എ പ്രിൻസിപ്പൽ, ഷാജി സർ, ഐ തിങ്ക് ആസ് എ പ്രിൻസിപ്പൽ ജസ്റ്റ് തിങ്ക്, നിങ്ങളുടെ സ്കൂളില് അത്രയും ഹൈ കാറ്റഗറിയിലുള്ള ആൾക്കാര് കുട്ടികൾ കൂടുതൽ വരുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളിലേക്ക് അടുത്ത വർഷം എൻറോൾ ചെയ്യപ്പെടുന്ന കുട്ടികളുടെ എണ്ണം എത്ര കൂടും? വളരെ കൂടുതൽ. എല്ലാം മീൻസ് ആ ഒരു വ്യൂവില് നിങ്ങൾക്ക് എല്ലാം പോസിറ്റീവായിട്ട് കാണാൻ പറ്റണം. കുട്ടികളുടെ ടൈം വിൻസെന്റ് സാറ് പറഞ്ഞ കുട്ടികളുടെ TV ടൈമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് പല കാര്യങ്ങളിലും നമ്മളെ മാറ്റാനുണ്ട്. ഞാൻ അതുകൊണ്ട് ഗട്ട് ഹെൽത്തിനെ പറ്റി പറഞ്ഞപ്പോഴും ഈവൻ പാരന്റ്സിന്റെ ഫീലിംഗ് കുട്ടികളുടെ ഫീലിങ്ങിനെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയാൻ കാരണം. ഓക്കെ, വിൻസെന്റ് സാറ് പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഈ കുട്ടികളെ ശാന്തരാക്കാൻ, കുട്ടികളെന്നല്ല പേരൻസിനെ ശാന്തരാക്കാൻ വേണ്ടിയാണ് മൊബൈലൊക്കെ കൊടുത്ത് മാറിയിരിക്കുന്നത്. അത് ശരിയാണ്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്.
സാറേ ഇടയ്ക്ക് കേട്ടില്ല, റേഞ്ച് പറയൂ, പോയി. പറയൂ. ഇടയ്ക്ക് കേട്ടില്ല, റേഞ്ച്. സാറേ ഇത് സാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇത് ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. കാരണം നമ്മളിപ്പം സാറ് പറഞ്ഞ പ്രകാരം കുട്ടി ജനിച്ചിട്ടാകുമ്പോ പണ്ട് കിട്ടുന്ന അത്ര മുലപ്പാല് കിട്ടുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ് സാറേ. ഇപ്പൊ പണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു, എല്ലാത്തിനും ഉഷാറുണ്ടായിരുന്നു, സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ്. ഇപ്പൊ പഠിത്തം മാത്രം ലാക്കാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ആൾക്കാർ പിന്നെ പാരന്റ്സ് ചെയ്യാൻ പറയുന്നത്. വേറൊന്നും നീ ചെയ്യണ്ട, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും നിനക്ക് വേണ്ട, പഠിത്തം മാത്രം മതി എന്നുള്ള രീതിയിലാണ്. അപ്പം അതിപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഫുഡിന്റെ, കേൾക്കാമോ സാറേ? കേൾക്കാം. അപ്പൊ ഫുഡിന്റെ കാര്യത്തിലെല്ലാം സാറ് പറഞ്ഞ പോലെ വളരെ നല്ല രീതിയിലാണ് സാറിന്റെ പ്രസന്റേഷനൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ അത് കൂടാതെ പാരന്റ്സിന്റെ ഭാഗത്ത് ഇപ്പം വീട്ടിൽ തന്നെ 2 കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ ബ്രെയിൻ ഉപയോഗിക്കുന്ന രീതി അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു കുട്ടി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ പഠിക്കാത്ത കുട്ടീനെ എപ്പോഴും ഫോഴ്സ് ചെയ്തിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കും. അത് അവനെ കണ്ടു പഠിക്കുക, അതൊരു വലിയ ഘടകമാണ് സാറേ. ആ കുട്ടി നല്ലോണം എന്താ പറയണ്ട, ചെറുപ്പത്തിലെ ആ കുട്ടീനെ വല്ലാണ്ട് ഫീൽ ചെയ്യിച്ചിട്ടും ജീവിതത്തില് അവന്റെ മൊത്തത്തിലുള്ള ലൈഫ് വല്ലാത്തൊരു തരത്തിലാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മാർക്കിന്റെ ഇപ്പം കുട്ടികളുടെ ബ്രെയിൻ വളർച്ചയെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അല്ല സാറേ, ഈ കുട്ടികളുടെ ബ്രെയിൻ വളർച്ച വരുന്നത് ആദ്യത്തെ മീൻസ് കൺസീവ് ആവുന്നതിന് ഏതാണ്ട് 1 മാസം മുമ്പാണ്. ഓക്കെ, അത് മുതൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 6 വയസ്സിനുള്ളിൽ ബ്രെയിനിന്റെ ഓൾമോസ്റ്റ് ഡെവലപ്മെന്റ് കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുക്കുന്ന മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്നുകൂടി ട്രിം ചെയ്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഈ കുട്ടിയുടെ അടുത്ത് നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ തന്നെ ഫസ്റ്റ് 3 months, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഈ കുട്ടിയുടെ അമ്മയുടെ മാനസിക വികാരങ്ങൾ മുഴുവനും കുട്ടിയുടെ ബ്രെയിനിന്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ ഡീറ്റെയിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ശരിക്കും നമ്മൾ അതിനുശേഷം 10ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ആയതിനു ശേഷം ഏതാണ്ട് ഒരു 10 വർഷത്തിന് ശേഷമാണ് നമ്മൾ കുട്ടിയോട് പറയുന്നത് നീ നന്നായിട്ട് പഠിക്കുക, എക്സാം എഴുതുക, എന്നിട്ട് പെർഫോമൻസ് നന്നായിട്ട്. ഇത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫേർട്സ് തീർച്ചയായിട്ടും നമ്മുടെ പരിശ്രമത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു മുൻഗണനയുണ്ട്, അതിൽ നിന്ന് റിസൾട്ടും ഉണ്ട്. എന്ന് വെച്ച് ഇത് കിട്ടിയില്ലെങ്കിൽ അതിന് പൂർണ്ണമായിട്ടും കുട്ടിയല്ല ഉത്തരവാദി. നമ്മൾ ആദ്യത്തെ 6 വർഷം, ഇപ്പൊ വിൻസെന്റ് സാറ് പറഞ്ഞതിൽ വലിയൊരു ഇതുണ്ട്. ആദ്യത്തെ 2 വയസ്സും 3 വയസ്സും ഉള്ള കുട്ടിക്ക് ഇത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ബ്രെയിൻ ആക്ച്വലി ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇത്രയും ചിന്തിച്ചാൽ മതി സാറേ. നമ്മളൊക്കെ ഒരു FM റേഡിയോ ആണ്. നമ്മുടെ അടുത്ത് ഒത്തിരി വൈബ്രേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതിൽ നമ്മൾ ആ പെർട്ടിക്കുലർ FM-നെ മാത്രം, ഒരു പെർട്ടിക്കുലർ 93.1 ആണെങ്കിൽ ആ 93.1-നെ മാത്രം ട്യൂണായിട്ട് ഈ മൊബൈലുമായിട്ട് ഒരു താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഫ്രീക്വൻസിയിൽ ചെറിയൊരു മാറ്റം പോലും വരുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ എഫക്ട് ചെയ്യും. അതാണ് ഇറിറ്റബിലിറ്റിയോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ആയിട്ട് പുറത്ത് കാണിക്കുന്നത്. സോ അങ്ങനെ ഒരു ട്യൂണിങ് നമ്മൾ ഒരിക്കലും കൊടുക്കാതിരിക്കണം. ഇറ്റ്സ് ഓക്കെ, ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour, അതിനുശേഷമുള്ള ആ 23 മണിക്കൂറും പല രീതിയിലുള്ള ആക്ടിവിറ്റീസിലാണ് ഉണർന്നിരിക്കുന്ന. മേ ബി ആ 10 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പല രീതിയിലുള്ള ആക്ടിവിറ്റീസിലാണ്. കുട്ടിയുടെ ബ്രെയിൻ ഒന്നുമായിട്ടും അഡിക്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് മാച്ച് ആയി പോയിട്ടില്ല. ആ കുട്ടിയുടെ റിസീവറിനെ പല രീതിയിൽ വർക്ക് ചെയ്യാൻ അനുവദിക്കും. എല്ലാ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ. മൊബൈൽ നോക്കിപ്പിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ പേരൻസിന് ശ്രദ്ധിക്കാൻ പറ്റും. പ്രായം മൊബൈല് കിട്ടിക്കഴിഞ്ഞാൽ അവരും അതിലിരുന്നോളും എന്നുള്ള ചിന്താഗതി. സാറേ ഒരു പോയിന്റും കൂടി, അതന്നെ സാബു സാറ് പറഞ്ഞ പോലെ പാരന്റ്സിനാണ് ഇതൊക്കെ കൊടുക്കേണ്ടത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് തിരുവനന്തപുരത്ത് ഞങ്ങളെല്ലാം അന്നൊരു യോഗത്തിന് പോയിട്ട് SSLC പഠിക്കായിരുന്നു കുറെ വർഷങ്ങൾ മുമ്പ്. അപ്പം അവസാനം റിസൾട്ട് വന്നിട്ടാകുമ്പോ നമ്മൾ ചോദിച്ചു അങ്ങനെ പാസ്സായി. അയ്യോ മാർക്ക് കുറഞ്ഞു പോയി, പിന്നെ 575 കിട്ടിയുള്ളൂ 600-ൽ. എങ്ങനെയാണ് പാരന്റ്സ് കുട്ടികളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് സാറേ. കാരണം എത്ര കിട്ടിയാലും തൃപ്തി വരാത്തൊരു പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി സാർ, താങ്ക് യു. ഞാനിപ്പം ഇവിടെ റേഞ്ചിന്റെ പ്രശ്നമാണ്, ഗോവയിലാണ്, അതുകൊണ്ടാണ് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ശരി സാറേ, താങ്ക് യു സോ മച്ച് സാർ. ഋഷിത മാം എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? നാഷ് സാർ, മോളി മാം? ഓക്കെ, ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
സോ സർ താങ്ക് യു വൺസ് അഗെയിൻ. വളരെ മനോഹരമായി പരീക്ഷയുമായി ബന്ധപ്പെട്ട് താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. സോ താങ്ക് യു. Thank you, sir. Thank you. Good night. താങ്ക് യു സർ. ഓ അത്